എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒരു പ്രാർത്ഥനയോടെ ആരംഭിക്കാം. പ്രാർത്ഥനാ ഗീതം ആലപിക്കുന്നതിനായി ബദ്രീനാഥിനെ ക്ഷണിക്കുന്നു. ബദ്രീനാഥ്, വീഡിയോ ഓൺ ചെയ്തിട്ട് ചെല്ലോട്ടെ. നമസ്തേ ടീച്ചർ. ചെല്ലിക്കോ. ബദ്രീനാഥ്, ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. മ്യൂട്ട് ചെയ്യൂ, അൺമ്യൂട്ട് ചെയ്യൂ. കാരുണ്യം കോലുന്ന സ്നേഹസ്വരൂപ നിൻ കാലിണക്കൈ വണങ്ങുന്നു ഞങ്ങൾ. വായുവും വെള്ളവും മണ്ണും ആകാശവും അഗ്നിയും നിന്റെ അനുഗ്രഹങ്ങൾ. എന്തിനും മീതെ വിളങ്ങട്ടെ ദൈവമേ നിൻ തിരുനാമവും കാരുണ്യവും. നല്ലതേ തോന്നാവൂ, നല്ലതേ പറയാവൂ, നല്ലതേ ചെയ്യാവൂ നിൻ കൃപയാൽ. എന്നും അതിനുള്ള ശക്തിയും ബുദ്ധിയും തന്നരുളിയിടണേ തമ്പുരാനെ. കാരുണ്യം കോലുന്ന സ്നേഹസ്വരൂപാൻ കാലിണക്കൈ വണങ്ങുന്നു ഞങ്ങൾ. താങ്ക് യു. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലെ, സനാതന ധർമ്മ പാഠശാലയിലെ മെമ്പേഴ്സാണ്, നിങ്ങളെല്ലാവരും വൈഭവ മെമ്പേഴ്സ് ഒക്കെയാണ്. അപ്പോൾ പാഠശാല ഒരു 9 ആയാമങ്ങളിലെ അതിന്റെ പ്രവർത്തനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മെയ് മാസം 13, 14, 15 തീയതികളിലായിട്ട് ആര്യഭട്ടിയിൽ നിന്നൊരു ക്യാമ്പ് നടക്കുകയുണ്ടായി. നവശാസ്ത്ര പ്രതിഭകളെ കണ്ടെത്തുന്നതിനുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ അതിന്റെ തുടർ ക്ലാസ്സിലെ ഭാഗമായിട്ട് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ക്ലാസ്സുകൾ കഴിഞ്ഞു. ഡോക്ടർ അശോക് കുമാർ സാർ കഴിഞ്ഞ 2 ക്ലാസ്സുകൾ എടുത്തായിരുന്നു. ഇന്ന് നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വന്നിരിക്കുന്നത് കൃഷ്ണൻ മാഷാണ്. അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് വിദ്യ എന്നാണ്, ഒരു ടീച്ചറാണ്. ഇവിടെ എറണാകുളമാണ് സ്വദേശം, പ്രബോധന കോർഡിനേറ്ററാണ്. അപ്പോ നമുക്ക് എന്താ പറയാ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇപ്പൊ ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്ന കൃഷ്ണൻ മാഷ് നമ്മുടെ കോഴിക്കോട് സ്വദേശിയാണ്, റിട്ടയർഡ് HM ആണ്, നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറാണ്. പിന്നെ കൂടെ നമ്മുടെ അനിൽ സാർ ഉണ്ടാവും, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും സാറിനെ. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്, പ്രബോധയുടെ മെന്ററാണ്, അതുപോലെ നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കറാണ്. സാറും കുറച്ച് കഴിഞ്ഞ് കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടാവും. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ കൃഷ്ണൻ മാഷിനെ സ്നേഹവും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ അനുജി വന്നിട്ടില്ല എങ്കിൽ അനുജിയെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ എല്ലാമായ സനാതന ധർമ്മ പാഠശാല ആചാര്യ ദേവനുമായ രാജേഷിയാണ് നമുക്ക് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് കൃഷ്ണൻ മാഷിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചോളുന്നു. നമസ്കാരം. നമ്മുടെ ആദരണീയായ വിദ്യാജി, അതുപോലെ ഈ പ്ലാറ്റ്ഫോമിൽ ഇന്ന് കയറിയിരിക്കുന്ന ആര്യപീഠത്തിന്റെ മഹാന്മാരായ വിദ്യാർത്ഥികളെ എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 5-7 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഏതാണ്ട് 40-ലധികം ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. വളരെ സന്തോഷം. കാരണം ഈ നേരം പുലർന്നു വരുന്ന ഈ സമയത്ത് ഉറക്കൊക്കെ ഉപേക്ഷിച്ച് ഇതിന്റെ മുന്നിൽ വന്നിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ അറിവ് ആഗ്രഹിച്ചു വരുന്നവരാണെന്നുള്ളത് സംശയമില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അത്. ഇത് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, പുതുതായിട്ട് വന്നവർക്ക് വേണ്ടി പറയുന്നു. നിങ്ങൾ 5ാം ക്ലാസ് മുതൽ മേലോട്ടുള്ള കുട്ടികളാണ്. നമ്മളെ സംബന്ധിച്ച് വിദ്യാലയങ്ങളിൽ നിന്നോ പാഠപുസ്തകങ്ങളിൽ നിന്നോ കിട്ടാത്ത ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് മഹാനായ ശാസ്ത്രജ്ഞന്മാര് നമ്മുടെ കൂടെ ഉണ്ടാവും പലപ്പോഴായിട്ട്. അവരുടെയൊക്കെ ക്ലാസ് നേരിട്ട് കേൾക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ഭാഗ്യമാണ്. ഇന്ന് നമുക്ക് ക്ലാസ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന അശോക് കുമാർ സാർ, അദ്ദേഹം US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ്. അതെ, ഇന്ന് ചില തിരക്കുകളിലായി പോയതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം ഭൂമിയെ പറ്റിയുള്ള ക്ലാസ് എടുക്കുന്നതായിരുന്നു പറഞ്ഞിരുന്നത്. ഇനി അടുത്ത ആഴ്ച മുതൽ അദ്ദേഹത്തെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മൾ സംസാരിച്ച് സമയം കളയുന്നില്ല, വിഷയത്തിലേക്ക് കടക്കുകയാണ്.
ഇന്ന് ഞാനിപ്പോ ഒരു കാര്യം, ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാം. ഞാൻ ശ്രമിക്കാം കാണിക്കാൻ വേണ്ടിയിട്ട്. അത് എത്രത്തോളം ഫലപ്രദം എന്ന് പറയാൻ പറ്റില്ല. വിദ്യാജി ഷെയർ ആവുന്നുണ്ടോ സ്ക്രീന്? കറക്റ്റ് ആയിട്ടില്ല, ഷെയർ ആവാനുള്ള ഒരു ഇതുണ്ട്, പക്ഷെ വന്നിട്ടില്ല സൈഡ്. ഞാൻ ഒന്നുകൂടി ശ്രമിക്കാം. ഇതിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മളെ അത് അങ്ങനെ തന്നെ കാണുന്നു അല്ലേ? അത് തന്നെയാ കാണുന്നല്ലോ, ഒന്നുകൂടെ ഒന്ന് നോക്ക്. ഇത് മാത്രം ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. എന്താ അറിയില്ല, അങ്ങനെ തന്നെയാണ് വരുന്നത്. ആണല്ലേ? അപ്പൊ ഇത് സൂം ആണെങ്കിൽ എളുപ്പം കഴിയും. നമ്മള് ഇത് ഇതായത് കൊണ്ടാണ് അത്ര. ഇല്ലല്ലോ, അതുപോലെ തന്നെയല്ലേ കാണുന്നത്? അത് തന്നെയാണ്, പക്ഷെ കുഴപ്പമുണ്ടാവാറില്ലല്ലേ. ഇപ്പൊ ക്ലിയർ ആയിട്ടില്ല. എനിക്കത് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ല. അതെയാ? അതിങ്ങനെ വിൻഡോ ചെറുതായി ഇങ്ങനെ ഒരു 3D മോഡലിലാണ് ഇവിടെ കാണുന്നത്. എന്താ സാർ ക്ലാസ് അറ്റൻഡ് ചെയ്തോ? കുഴപ്പമില്ല. ചെയ്തു. വരുന്നുണ്ടെന്നോ? ഒരു മിനിറ്റ്. ഓക്കെ. മക്കളെ, നിങ്ങൾക്ക് ആ സിനിമ പരിചയല്ലേ? ഒന്ന് പറയൂ. എല്ലാരും വീഡിയോ ഒക്കെ ഓൺ ചെയ്യുന്ന റെസ്പോണ്ട് ചെയ്യൂട്ടെ എല്ലാരും. ഏതാണ് സിനിമ? ഏതാ? ഓ, എല്ലാരും പറയാം. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നല്ല സിനിമയാണ്, കുട്ടിക്ക് കാണാൻ പറ്റിയ സിനിമയാണ്. ഇതിൽ നിങ്ങൾ കുഞ്ഞപ്പനെ കണ്ടിട്ടുണ്ടാവും അല്ലേ? കുഞ്ഞപ്പനാണ് അതിലെ മെയിൻ കഥാപാത്രം. കുഞ്ഞപ്പൻ എന്താ പ്രത്യേകത എന്ന് പറയും? റോബോട്ടാണ്. എങ്ങനെയുള്ള റോബോട്ടാണ്? മനുഷ്യന്മാരെ പോലെ പ്രവർത്തിക്കാൻ പറ്റുന്ന റോബോട്ടാണ് അല്ലേ? റൈറ്റ്. അപ്പൊ ഇത് നമുക്കിന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള ഒരു ചെറിയ കാര്യം, ചെറുതല്ല, വളരെ വലുത്, ഇന്നത്തെ ലോകത്തിനെ സംബന്ധിച്ച് വളരെ വലുതാണ്. എങ്കിലും നമ്മളെ സംബന്ധിച്ച് വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഈ പരിമിതമായ സമയത്ത് പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് ചെറുതെന്ന് പറഞ്ഞത്. ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു വിഷയമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മക്കളെ? കേട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന്? മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞോളൂ. നിർമ്മിത ബുദ്ധി. അതതിന്റെ മലയാളമല്ലേ മോനെ ആയുള്ളൂ? എന്താണ് നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞാല്? മനുഷ്യൻ നിർമ്മിച്ച റോബോട്ടുകൾ. ശരി, നമുക്ക് നോക്കാം. അതായത് നമ്മൾ പലപ്പോഴും എന്നല്ല, എപ്പോഴും അത് ശരിയുമാണ് പറയുന്നത്, മനുഷ്യന് മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അത് ചിന്തിക്കാനുള്ള കഴിവാണ്. ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അവിടെ ചിന്തിച്ച് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു കഴിവ് മനുഷ്യനുണ്ട്. വിശേഷ ബുദ്ധി എന്ന് നമ്മൾ പറയും. മാത്രമല്ല, നമ്മൾ ഒരു കാര്യം ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ സമാനമായ അതേപോലത്തെ കാര്യങ്ങൾ വേറെ വരുന്ന സമയത്ത് നമുക്ക് വേറെ ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമുക്ക് അതിന്റെ ഒരു അനുഭവം വെച്ചിട്ട് ഇവിടെ ചെയ്യാൻ പറ്റും. അത് മനുഷ്യന്മാരുടെ ഒരു പ്രത്യേകതയാണ്. അതിനാണ് നമ്മൾ ബുദ്ധി അല്ലെങ്കിൽ വിശേഷ ബുദ്ധി എന്നൊക്കെ പറയുന്നത്. ഇതിൽ ചെറിയ തോതിൽ ഈ ബുദ്ധി മൃഗങ്ങൾക്കും ഉണ്ട്.
പക്ഷെങ്കിൽ അവർക്ക് ആലോചിച്ച് തീരുമാനമെടുക്കാനുള്ള ഒരു ശേഷി അത്രത്തോളം മനുഷ്യന്റെ അത്രത്തോളം ഇല്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അവര് പരമ്പരാഗതമായിട്ട് ജനറ്റിക്കലായിട്ട് കിട്ടുന്ന ചില കാര്യങ്ങളാണ് അവരുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഓരോന്നും ആലോചിച്ച് നമുക്ക് തീരുമാനം എടുക്കാം. നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് വഴിയിൽ ഒരു മരം വീണ് കിടക്കുന്നു. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് അധികം വലിപ്പമൊന്നുമില്ലാത്ത മരമാണ്, അത് മാറ്റിയിട്ട് പോകണം എന്നുള്ള ചിന്ത നമുക്ക് വരും. കാരണം ആ സിറ്റുവേഷൻ നമ്മൾ അസസ് ചെയ്യും. ഇവിടെ എങ്ങനെ എൻ്റെ സൈക്കിൾ അപ്പുറം കടത്താം എന്ന് ആലോചിക്കും. അപ്പൊ ഇത് അത്ര വെയിറ്റ് ഉള്ള മരമല്ല, ഞാൻ ഇറങ്ങി അതൊന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഈ തുടർന്ന് പോവാന്നുള്ള ചിന്ത വരുന്നതുകൊണ്ട് നമ്മൾ അതുപോലെ ചെയ്യും. പക്ഷെ അതിലൊരു പശുവാണ് പോകുന്നതെങ്കിൽ ഒരു പക്ഷേ പശു അത് ചാടിക്കിടക്കും. ഇനി പോവാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അവിടെ തന്നെ നിൽക്കും, അത്രയേ ഉള്ളൂ. അതിലപ്പുറം ചെയ്യാനുള്ള ശേഷി, ബുദ്ധി പശുവിനില്ല. അപ്പൊ ഈ ബുദ്ധി മനുഷ്യന്മാര് ആലോചിച്ച് എന്താ വെച്ചാല് വർഷങ്ങളായിട്ടുള്ള നിരന്തര പരിശ്രമത്തിന്റെ ഫലമായിട്ട് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ മനുഷ്യൻ നടത്തിയിട്ടുണ്ട്. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ എല്ലാ രംഗത്തും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കണ്ടുപിടുത്തങ്ങൾ. കമ്പ്യൂട്ടറൊക്കെ ആ കണ്ടുപിടുത്തത്തിൽപ്പെട്ടതാണ്. അതിൽ നമുക്ക് പറയാൻ പറ്റും, കമ്പ്യൂട്ടർ ലോകത്തെ ഏറ്റവും മാറ്റിമറിച്ച ഒരു കണ്ടുപിടുത്തമാണ് കമ്പ്യൂട്ടർ. നമ്മൾ കണക്ക് കൂട്ടാൻ ഉപയോഗിക്കുന്ന കാൽക്കുലേറ്റർ, അത് അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആണ് കമ്പ്യൂട്ടറിന്റെ. കാൽക്കുലേറ്റർ നമ്മൾ കണക്ക് കൊടുക്കുന്നു, 5 + 3 = 8 എന്ന് കിട്ടുന്നു. ഇത് എങ്ങനെയാ കാൽക്കുലേറ്റർ ചെയ്യുന്നത്? ഒരിക്കലും കാൽക്കുലേറ്റർ നമ്മൾ കണക്ക് കൂട്ടുന്നത് പോലെ കണക്ക് കൂട്ടി ചെയ്ത് പറഞ്ഞു തരുന്നതല്ല, അപ്പൊ ആലോചിച്ച് പറഞ്ഞു തരുന്നതല്ല. മറിച്ച് ഈ ക്രിയകളൊക്കെ കമ്പ്യൂട്ടറിന്റെ ആ കാൽക്കുലേറ്ററിൻ്റെതായ ഭാഷയിൽ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് നേരത്തെ. അതുകൊണ്ട് ആ ഫിഗർ വരുന്ന സമയത്ത് ഇത്രയായിരിക്കും അതിന് അറിയുന്നതാണ്. അല്ലാതെ അത് നമുക്ക് ആ സമയം കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നതല്ല. എല്ലാം അതിന് ഇൻബിൽട്ട് ആയിട്ട് ചേർത്തിട്ട് മുന്നോടിയായിട്ട്. അതിന് യന്ത്രഭാഷ എന്ന് പറയാം, മെഷീൻ ലാംഗ്വേജ്. അതേപോലെ നമ്മൾ കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നമ്മൾ പല വർക്കുകളും ചെയ്യും. ഇതൊന്നും കമ്പ്യൂട്ടർ സ്വമേധയാ ചെയ്യുന്നതല്ല. ഈ വർക്കുകളൊക്കെ ചെയ്യാൻ കമ്പ്യൂട്ടറിന് നേരത്തെ പഠിപ്പിച്ചിരിക്കണം. ഇനി നമുക്ക് പുതുതായിട്ടൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതുതായിട്ടുള്ള സോഫ്റ്റ്വെയർ, അതായത് ആ ഭാഷ ഉൾക്കൊള്ളുന്ന ഒരു കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന സാധനം നമ്മൾ സോഫ്റ്റ്വെയർ, ആ സോഫ്റ്റ്വെയർ നമ്മളെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യണം. എങ്കിലേ പുതിയ പരിപാടി നടക്കും. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച എല്ലാ കാര്യങ്ങളും എല്ലാ കമ്പ്യൂട്ടറെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ആ സോഫ്റ്റ്വെയർ അതിൽ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ ചെയ്യും. ഇനി നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വന്നാൽ, നമ്മുടെ നാട്ടിൽ മൊബൈൽ ഫോൺ വന്നിട്ട് അധികമൊന്നും ആയിട്ടില്ല. നമ്മുടെ രാജ്യത്ത് ഒരു 10-30 വർഷം മുമ്പ് വളരെ അപൂർവമായിട്ട് മാത്രമേ നമ്മുടെ നാട്ടിലും മൊബൈലുള്ളൂ. ഇപ്പൊ എല്ലാ വീട്ടിലും എല്ലാ ആളുകളെടുത്തും മൊബൈലുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തി. ആ മൊബൈലിൽ വന്ന മാറ്റം തന്നെ നമ്മളൊന്ന് പഠിക്കണം, മനസ്സിലാക്കണം. ആദ്യമൊക്കെ മൊബൈൽ വന്ന സമയത്ത് 2 ഉപയോഗം മാത്രമേ മൊബൈൽ കൊണ്ട് നടക്കായിരുന്നുള്ളൂ. ഒന്ന്, ഒരാളെ വിളിക്കാം, അവർക്ക് ഇങ്ങോട്ട് വിളിക്കാം. അതേപോലെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം. വേറെ ഒരു കാര്യം മൊബൈൽ കൊണ്ട് നടന്നിരുന്നില്ല മുൻകാലങ്ങളിൽ. പക്ഷെ ആളുകൾ, ശാസ്ത്രജ്ഞന്മാര് ഇങ്ങനെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഘട്ടത്തിലും ഈ മൊബൈലിനെ എങ്ങനെ പരിഷ്കരിക്കാം എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആലോചിച്ച് ഇന്ന് നമ്മൾ മൊബൈൽ എടുത്ത് നോക്കിയാൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തി. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് പൈസ അയക്കാം, വീട്ടിലിരുന്നുകൊണ്ട് പൈസ സ്വീകരിക്കാം, വീട്ടിലിരുന്നുകൊണ്ട് സംഗതികൾക്ക് ഓർഡർ ചെയ്യാം, സിനിമ മൊബൈലിൽ കാണാം, മറ്റൊരാളെ നേരിട്ട് വീഡിയോ കോളിലൂടെ വിളിക്കാം. ഇങ്ങനെ എണ്ണിയാത്തീരാത്ത ഉപകാരങ്ങളാണ് മൊബൈലിലേക്കുള്ളത്. പക്ഷെ അവിടെയൊന്നും മനുഷ്യൻ നിന്നില്ല. മനുഷ്യൻ പിന്നെയും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മനുഷ്യൻ ഇങ്ങനെ ആലോചിച്ചു, ഈ മെഷീനൊന്നും സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവില്ല. ഇനി ആ കഴിവ് കൂടി ഏതെങ്കിലും തരത്തിൽ ഈ മെഷീന് കൊടുത്താൽ എന്ത് രസമായിരിക്കും ലോകം എന്ന് ആലോചിച്ചു. അപ്പൊ അത് എളുപ്പമല്ല. മെഷീനെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് സങ്കീർണമായ പ്രക്രിയയാണ്. എന്നാലും മനുഷ്യൻ വിടൂല. അങ്ങനെ അന്വേഷിച്ച് മനുഷ്യൻ കണ്ടെത്തി ഈ മെഷീനിന് സ്വന്തമായി ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ശേഷി. നമ്മളിപ്പോ റോബോട്ട്, ആ കണ്ട റോബോട്ട്, അതുപോലത്തെ റോബോട്ടുകൾ നേരത്തെ ഉണ്ട് നമ്മുടെ ലോകത്ത്. പക്ഷെ റോബോട്ടിന് എന്താണോ ജോലി പഠിപ്പിച്ചിരിക്കുന്നത് ആ ജോലി മാത്രമേ ചെയ്യാൻ പറ്റൂ. ഉദാഹരണത്തിന് ഒരു ഫാക്ടറിയിൽ ഒരു ഉപകരണത്തിന്റെ നട്ട് ടൈറ്റ് ആക്കാൻ വേണ്ടിയാണ് ഒരു റോബോട്ടിനെ തീരുമാനിച്ചെങ്കിൽ ആ നട്ട് ടൈറ്റ് ആക്കുന്ന ഒരു ജോലി അതിനെ പഠിപ്പിച്ചിട്ടുണ്ടാവും. അതായത് ഇന്റേണൽ ആയിട്ട് അതിന്റെ ഭാഷയിൽ അതിനെ പഠിപ്പിച്ചിട്ടുണ്ടാവും. അത് മാത്രമേ അതിന് ചെയ്യാൻ പറ്റൂ.
അങ്ങനെ മുറുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നട്ട് താഴെ വീണുപോയാൽ അത് കുനിഞ്ഞെടുത്തിട്ട് വീണ്ടും അവിടെ പ്ലേസ് ചെയ്യാൻ അതിനറിയില്ല. കാരണം ആ ആലോചന അതിലില്ല. അതിങ്ങനെ അവിടെ നട്ടുണ്ടെങ്കിൽ സ്പാനർ ഉപയോഗിച്ച് അങ്ങനെ ടൈറ്റ് ആക്കിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ മറ്റു കാര്യം അതിന് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ചിന്താശേഷി റോബോട്ടിന് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ശേഷി എങ്ങനെ കൈവരുത്താന്ന് മനുഷ്യർ ആലോചിച്ചതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നേരത്തെ ആരോ പറഞ്ഞതുപോലെ അതിന്റെ മലയാളമാണ് കൃത്രിമ ബുദ്ധി. നമ്മൾ ചിന്തിക്കുന്ന പോലത്തെ ബുദ്ധി ഈ മെഷീനിലേക്ക് അപ്ലൈ ചെയ്യാം. അതിന് കുറേ സാങ്കേതിക വിദ്യകളും കാര്യങ്ങളൊക്കെ വേണം. കാരണം വെച്ചാൽ കമ്പ്യൂട്ടറിൽ ആണ് ബേസ് എല്ലാത്തിൻ്റെയും. ആ പ്രോസസ്സർ എന്ന് പറഞ്ഞ സാധനമാണ് കമ്പ്യൂട്ടറിൽ. ആ പ്രോസസ്സർ കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ വന്ന പരിഷ്കാരമാണ് കമ്പ്യൂട്ടർ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇനിയും ഒരുപാട് പരിഷ്കാരങ്ങൾ ഈ രംഗത്ത് വരും. അപ്പൊ പ്രോസസ്സറിലേക്ക് കാര്യങ്ങൾ കൊടുക്കണം. അതിനെയാണ് നമ്മൾ കോഡിങ് എന്നൊക്കെ പറയുന്നത്. അതായത് ആ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയും. മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന കാര്യം മെഷീൻ ലാംഗ്വേജ് എന്ന് പറയും. ആ ലാംഗ്വേജിലൂടെ കമ്പ്യൂട്ടറെ സംബന്ധിച്ച് ആകെ 2 കാര്യം അറിയൂ കേട്ടോ. 1, 0 ഈ കാര്യങ്ങൾ മാത്രം. 1 0 മാത്രമേ അറിയൂ. അത് അതിന്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അത് പലതരത്തിൽ ഉപയോഗിച്ച് ഇപ്പൊ 110 1100 1110 അങ്ങനെ ഓരോ തരത്തിൽ ഓരോ അക്ഷരത്തിന് കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ കോഡ് ചെയ്തിട്ട് ആ കോഡ് നമ്മൾ പഠിച്ചെടുക്കണം. ആണ് മെഷീൻ ലേണിംഗ് എന്നൊക്കെ പറയുന്നത്. അതിനെ പഠിപ്പിക്കലാണ്. അതിലൂടെ ഇതിനെ പഠിപ്പിച്ചു കഴിയണം. എന്നിട്ട് അത് അതേപോലെ പ്രവർത്തിക്കാനുള്ള തരത്തിലേക്ക് ചിന്തിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. ഇങ്ങനെ കൃത്രിമമായി നമ്മൾ ഒരു മെഷീൻ ഉണ്ടാക്കി കൊടുക്കുന്ന ബുദ്ധിക്കാണ് കൃത്രിമ ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇത്ര ഭാഗം ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയി സാർ. ക്ലിയർ ഇന്റലിജൻസ് ഓക്കെ, താങ്ക് യു. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രവർത്തിക്കുന്ന ആയിട്ട് നിങ്ങൾ കണ്ട ഏതെങ്കിലും ഒരു മേഖല ആരെങ്കിലും പറയും? നിങ്ങളെ ഫോണിൽ ഏതെങ്കിലും തരത്തിൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടോ? എങ്ങനെ മനസ്സിലായി പറയും പോലെ? വാട്സാപ്പിലുണ്ട്, മെറ്റ എന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പേര്. റൈറ്റ്. ഓക്കെ. വാട്സാപ്പിലെ മെറ്റ പരിചയപ്പെട്ടവരുണ്ട്. പറയൂ നിരഞ്ജൻ. ഗൂഗിൾ. ഓക്കെ, നല്ല മക്കളാണ്. ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങളെ ചിന്തയും പ്രവർത്തനവും എത്തുന്ന അറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഓക്കെ. റൈറ്റ്. താങ്ക് യു. വെരി ഗുഡ്. അപ്പൊ നമ്മുടെ ഇനിയുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ പറഞ്ഞാൽ തീരാത്തത്രയുണ്ട്. നമുക്ക് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. നിങ്ങള് മൊബൈലിൽ യൂട്യൂബ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു കാർട്ടൂൺ ഫിലിം കാണുന്നു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമ കാണുന്നു എന്ന് വിചാരിക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കില്ല. എന്തായാലും നമ്മളെ അശോക് കുമാർ സാർ പറഞ്ഞ സ്റ്റാറിനെ പറ്റിയുള്ള ഒരു വീഡിയോ നിങ്ങൾ കാണുന്നു. 1 or 2 വീഡിയോ ദിവസം കണ്ട് നിങ്ങൾ അവിടെ വെക്കുന്നു. പിറ്റേന്ന് നിങ്ങൾ യൂട്യൂബ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? എന്താ കാണാൻ പറ്റുക? റൈറ്റ്. നിങ്ങൾ കണ്ടത് ഏതാണോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ആയിരിക്കും പ്രിഫറൻസ് ആയിട്ട് മുന്നിൽ വന്നിട്ടുണ്ടാകുക. നിങ്ങൾ കാർട്ടൂൺ ഫിലിമാണ് കണ്ടതെങ്കിൽ കുറെ കാർട്ടൂൺ ഫിലിംസ് ഇങ്ങനെ വന്നു നിൽക്കുന്നുണ്ടാവും ആദ്യം. ഇനി നിങ്ങൾ ഈ പറഞ്ഞതുപോലെ സ്റ്റാറിനെ കുറിച്ചുള്ള പഠനത്തെ കുറിച്ചുള്ള വീഡിയോ കണ്ടതെങ്കിൽ അത് അവിടെ കുറെ എണ്ണം വന്നു നിൽക്കുന്നുണ്ടാവും. ഇത് എങ്ങനെയാ സംഭവിക്കുന്നത് അറിയോ? ഇത് ചെറിയൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ആ യൂട്യൂബ് എന്ന് പറയുന്ന മെഷീൻ, ആ സംവിധാനം നിങ്ങളെ പഠിക്കുകയാണ്. നിങ്ങൾക്ക് ഏതാണ് ടേസ്റ്റ് അത് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ പിന്നീട് ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് അത് കൊണ്ടുത്തരികയാണ്. നിങ്ങൾക്ക് പറ്റിയ സാധനം ഇതാണ്, നിങ്ങൾ ഇത് കണ്ടോളൂ എന്നത് നിങ്ങളോട് പറയാണ്. അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ചെറിയ രൂപമാണ്, വളരെ ചെറിയൊരു രൂപം. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളിപ്പോ ഒരു ഡ്രസ്സ്, നല്ലൊരു ജീൻസ് വേണം, അല്ലെങ്കിൽ നല്ലൊരു അത്തരത്തിലൊരു ഡ്രസ്സ് വേണം. ആ ഡ്രസ്സ് ഏതാണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ഈ നിങ്ങളെ ഫോണിലൂടെ ഗൂഗിളിലൂടെ ഒന്ന് സെർച്ച് ചെയ്തെന്ന് വിചാരിക്കാം. അത് കുറച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതേപോലുള്ള സമാനമായ കുറേ കാര്യങ്ങൾ വരുന്നത് കാണാം. ഇത് ആ ഫോണിലുള്ള
സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ചെറിയ ഭാഗമാണ്. അത്രയും നമുക്ക് ഉദാഹരണമായിട്ട് നമ്മുടെ മുമ്പിൽ പറയാനുള്ളത്. ഇപ്പൊ ഇഷ്ടം പോലെ സാധനങ്ങൾ. ഇപ്പൊ നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നവരായിരിക്കും പലരും. ഈ ഗൂഗിൾ മാപ്പ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് വഴി പറഞ്ഞു തരുന്നത്. ആ ഉപഗ്രഹ സംവിധാനത്തിലൂടെ ഓരോന്ന് നോക്കി അതിനെ വിശകലനം ചെയ്ത്, ഇതിനൊക്കെ മൈക്രോ സെക്കൻഡ്സേ വേണ്ടു കേട്ടോ. ഇതൊക്കെ വിശകലനം ചെയ്യാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ ഈ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മളെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ വിശകലനം ചെയ്തിട്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് യൂട്യൂബ്, നേരത്തെ പറഞ്ഞ പോലെ നെറ്റ്ഫ്ലിക്സിലൊക്കെ നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രിഫർ ചെയ്ത് തരും, ഇന്ന സിനിമയാണ് നിങ്ങളെ ടേസ്റ്റിന് യോജിച്ചു എന്നൊക്കെ പറഞ്ഞു. ഫേസ്ബുക്കിൽ നിങ്ങൾ കാണാം, നിങ്ങളെ ഫോണിൽ ഫേസ് ലോക്ക് കാണാം. നിങ്ങളെ മുഖം ഉപയോഗിച്ച് നിങ്ങളത് ലോക്ക് ചെയ്യുന്നു. പിന്നീട് ആ ഫോണിന്റെ അടുത്ത് നിങ്ങളെ മുഖം കാണിച്ചാൽ മാത്രമേ അതിന്റെ ലോക്ക് ഓപ്പൺ ആവുകയുള്ളൂ, അൺലോക്ക് ആവുകയുള്ളൂ. അതെങ്ങനെയാ? അത് അത്യാവശ്യമുള്ള ചെറിയൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അത് വെച്ച് നിങ്ങളെ മുഖത്തെ അത് പഠിച്ചു വെക്കുകയാണ്. എന്നിട്ട് അത് കണ്ടാൽ മാത്രമേ പിന്നീട് തുറന്നു തരുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അലക്സയൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് മനുഷ്യൻ എത്തിപ്പെടാൻ പറ്റുന്ന എല്ലാ മേഖലകളിലേക്കും എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സമീപമായ ഭാവിയിൽ നമ്മളെ ലോകം മറ്റൊന്നായി തികച്ചും വ്യത്യസ്തമായിരിക്കും. ഇന്ന് നമ്മൾ കാണുന്നതേ ആയിരിക്കില്ല. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള നമ്മൾ ഇന്ന് കാണുന്ന ലോകത്തൊക്കെ വ്യത്യസ്തമായി മനോഹരമായിരിക്കാൻ ചിലപ്പം നേരെ ഓപ്പോസിറ്റ് സംഭവിക്കാം. എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ മെഷീനുകളൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയാൽ അവർ മനുഷ്യരോട് എങ്ങനെ തിരിച്ചു പെരുമാറും എന്നുള്ള കാര്യത്തിലൊക്കെ സംശയങ്ങളുണ്ട്. പിന്നെ ഓരോന്നും സ്വയം പര്യാപ്തമായ ചിന്തയിലൊക്കെ അവർക്ക് തന്നെ സ്വയം പര്യാപ്തമായി കഴിഞ്ഞാൽ എങ്ങനെ മനുഷ്യരോട് തിരിച്ച് പെരുമാറും, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചനയിലുണ്ട്. എങ്കിലും ഇതിൽ നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. വളരെയധികം ഉപകാരപ്പെടുന്ന ഓരോ രംഗങ്ങളുണ്ട്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇന്ന് നമ്മളെ സംബന്ധിച്ച് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും യാതൊരു പ്രയാസമില്ല. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചാറ്റ് GPT എന്ന് കേട്ടിട്ടുണ്ടോ? ചാറ്റ് GPT ഉപയോഗിക്കുന്ന ആരെങ്കിലും ഇതിലുണ്ടോ? ഇല്ല സാർ. ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ അത് മറ്റൊരു സാധനമാണ്. നമുക്ക് അതിലേക്ക് വരാം, സമയം ഉണ്ടാവും വിചാരിക്കാം. ഓക്കെ വെരി ഗുഡ്. ഇതില് പല വിഭാഗങ്ങളുണ്ട്. എല്ലാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഈ കാര്യമാണ്. അത് ഓർമ്മിക്കുക. മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ യന്ത്രങ്ങൾ ചിന്തിക്കുന്ന, മെഷീനുകൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അതില് പല സാധനമുണ്ട്. ലാർജ് ലാംഗ്വേജ് മോഡൽ LLM എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട നമ്മളെ വാക്കുകളും വാചകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മളെ സഹായിക്കുന്ന അതിനാണ് LLM എന്ന് പറയുന്നത്, ലാർജ് ലാംഗ്വേജ് മോഡൽ. LLM പെട്ടതാണ് ചാറ്റ് GPT എന്ന് പറയുന്ന സാധനം. അതാണ് ആദ്യം ഓപ്പൺ AI, അതായത് നമ്മുടെ എലോൺ മസ്കിന്റെ സ്ഥാപനമായ ഓപ്പൺ AI ആണ് ചാറ്റ് GPT എന്ന് പറയുന്ന സാധനം കണ്ടുപിടിച്ചത്. ചാറ്റ് ബോട്ടുകൾ നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റിയ, നമ്മൾ ഒരു മനുഷ്യനോട് നമ്മൾ എങ്ങനെയാണോ സംസാരിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഒരാളെ കാണുന്നു, അയാളോട് നമ്മൾ ചോദിക്കുന്നു, എന്താ നീ ഇപ്പൊ എവിടെയാ ജോലി ചെയ്യുന്നത്? ഉടനെ അയാൾ പറയും, ഞാനിപ്പോ ആദ്യം പരിചയപ്പെടലൊക്കെ കഴിഞ്ഞു, അതിനുശേഷം ചോദിക്കാൻ, ഞാനിപ്പോ അമേരിക്കയിലാണ് ജോലി ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മൾ ചോദിക്കും, അമേരിക്കയിൽ എവിടെയാ? അപ്പോ ഇന്ന സ്ഥലത്താണ്, ന്യൂയോർക്കിലാണ്. ന്യൂയോർക്കിലെ തലസ്ഥാന നഗരിയാണ്, അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് അയാൾ അടുത്ത് പറഞ്ഞു. ഇതേപോലെ നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾക്കൊക്കെ മറുപടി തരുന്നത്, അതിന്റെ മോളെ എക്സ്റ്റൻഷൻ. അതായത് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഏറ്റവും വലിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു തരും. ഇനി പിന്നീട് നമ്മൾ അതിന്റെ സവിശേഷതകൾ എന്താണെന്ന് മാത്രം ചോദിച്ചാൽ മതിയാവും, അത് വിശദമായിട്ട് പറഞ്ഞു. ഇങ്ങനെ ഈ വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ ലാംഗ്വേജ് രംഗത്ത്, ഭാഷാ രംഗത്ത് വളരെയധികം സംഭാവന ചെയ്യുന്ന ഒരു സാധനമാണ് ചാറ്റ് GPT മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ചാറ്റ് GPT മാത്രം രംഗത്തിറങ്ങിയ സമയത്ത് ഗൂഗിളിലൊക്കെ ആളുകൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം അത്രയും ഫാസ്റ്റ് ആയിട്ട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ചാറ്റ് GPT.
ഇപ്പൊ ഗൂഗിൾ ആയിരുന്നു ഈ രംഗത്ത് വളരെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത്. നമ്മൾ ഗൂഗിൾ സെർച്ചും ചാറ്റ് ജിപിടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഗൂഗിള് നമുക്ക് തരിക എന്ന് വെച്ചാൽ, നമുക്കൊരു കാര്യം ചോദിച്ചാൽ ഗൂഗിള് തരിക സമാനമായ കുറെ കാര്യങ്ങൾ ഇങ്ങോട്ട് തരും. എന്നിട്ട് അതിൽ നിന്ന് ഇഷ്ടമുള്ള സൈറ്റ് കയറി സെലക്ട് ചെയ്തോളാൻ പറയും. എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ കണ്ടെത്തണം. ചാറ്റ് ജിപിടിന്റെ പ്രത്യേകത എന്താ അറിയോ? നമ്മളൊരു കാര്യം സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരുപാട് സൈറ്റുകളിലൊന്നും പോകേണ്ട ആവശ്യമില്ല, അതിന്റെ ഉത്തരം വ്യക്തമായിട്ട് നമുക്ക് ഇങ്ങ് തരും ചാറ്റ് ജിപിടി. ഒരുപാട് ഞാൻ ഉദാഹരണം നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം, സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നത് കാണിച്ചു തരാം കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പൊ ആ രംഗത്ത് വന്നു. അപ്പൊ ഗൂഗിളിന് ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലായി. ഞങ്ങൾ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്നല്ലോ എന്ന് ആലോചിച്ചപ്പോ ഗൂഗിൾ ഇതിനു വേണ്ടിയുള്ള ശ്രമം നടത്തും. ഗൂഗിൾ ഒരു പുതിയ സാധനം കൊണ്ടുവന്നു. അതിന്റെ പേരാണ് ബാർഡ് എന്ന് പറയുന്നത്, BARD, ഗൂഗിൾ ബാർഡ്. ആ ചാറ്റ് ജിപിടിയോട് വെല്ലുവിളിക്കാൻ വേണ്ടി അവർ കൊണ്ടുവതാണ് ബാർഡ്. പക്ഷെ അത് അത്രത്തോളം ചാറ്റ് ജിപിടിന്റെ അത്രത്തോളം മികച്ചതായിരുന്നില്ല, അത്ര മികവുണ്ടായിരുന്നില്ല. അതിനുശേഷം ഗൂഗിൾ വീണ്ടും അന്വേഷണത്തിലായി. അവരവസാനം കൊണ്ടുവന്നൊരു കാര്യമാണ് ജെമിനി AI. ഗൂഗിളിൽ നിങ്ങൾക്ക് ബ്രൗസറിൽ എടുത്തു കഴിഞ്ഞാൽ ജെമിനി കിട്ടും. ആ ജെമിനിയും ഈ ചാറ്റ് ജിപിടി പോലെ തന്നെ ഒരു സാധനമാണ്. അപ്പൊ കുറച്ച് ദിവസം മുമ്പ്, നമുക്കറിയാം, ഒരു 2 മാസം മുമ്പ് ലോകത്ത് മുഴുവൻ നമ്മളെ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഒക്കെ പറഞ്ഞ ഒരു ചാറ്റ് ബോട്ട് ഉണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ചൈന ഇറക്കിയ ചാറ്റ് ബോട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. ശരി, ഞാൻ തന്നെ പറയാം. അതിന്റെ പേര് ഡീപ് സീക്ക് എന്നാണ്. ഡീപ് സീക്ക് ചൈന ഇറക്കിയതാണ്. അത് ഇറങ്ങിയ ദിവസം ഉണ്ടല്ലോ, ചാറ്റ് ജിപിടി ഒക്കെ വളരെ താഴേക്ക് പോയി. ലോകത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ കയറി പരിശോധിച്ച ഒരു ചാറ്റ് ബോട്ടാണ് ഡീപ് സീക്ക്. ഇന്ത്യയിലുണ്ട് ചാറ്റ് സൂത്ര, ജെമിനി AI ഉണ്ട്, മെറ്റ ഉണ്ട്, നേരത്തെ ആരോ സൂചിപ്പിച്ചു, മെറ്റ ഉണ്ട്, ബാർഡ് ഉണ്ട്, പിന്നെ ഗലേഷ്യ എന്ന പറഞ്ഞ സാധനമുണ്ട്. ഇങ്ങനെ കുറെ ചാറ്റ് ബോട്ടുകൾ ഇന്ന് നിലവിലുണ്ട്. ഇനി ആ രംഗത്ത് കുറെ ഉണ്ടാവുകയും ചെയ്യും, ഇനിയും ഉണ്ടാവും. അപ്പൊ അത് ഒരു കാര്യം. ഇനി ഉപകാരപ്പെടുന്ന മറ്റൊരു പ്രത്യേകത, വിദ്യാഭ്യാസ രംഗത്ത് ഞാൻ പറഞ്ഞു, ആരോഗ്യ രംഗത്ത് വളരെ വലിയ മുന്നേറ്റമാണ് ഈ AI ഉണ്ടാക്കുന്നത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് നേരത്തെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോകും. അപ്പൊ ആശുപത്രിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഡോക്ടർ ഉണ്ടാവും. ഡോക്ടർ നമ്മെ പരിശോധിക്കും, ചോദിച്ച് സിംറ്റംസ് ഒക്കെ മനസ്സിലാക്കിയ ശേഷം നമുക്ക് ഇന്നതാണ് രോഗം എന്ന് അവര് നിഗമനത്തിലെത്തും. പക്ഷെ ഇവിടെ AI വന്നു കഴിഞ്ഞാണ്ടല്ലോ, വന്നു കഴിഞ്ഞു. AI ഡോക്ടർ ആണെങ്കിൽ നിങ്ങളവിടെ പോയി ഇരുന്നു കൊടുത്താൽ നിങ്ങളുടെ മനസ്സും ശരീരമൊക്കെ വായിച്ചെടുത്ത് മനസ്സിലാക്കിയെടുത്ത് നിങ്ങളുടെ അസുഖം ഇന്നതാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരികയും ആ അസുഖത്തിന് മരുന്ന് പറഞ്ഞു തരികയും ചെയ്യും സുഖമായിട്ട്. ഇനി നമുക്ക് ഓപ്പറേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ ഓപ്പറേഷൻ ചെയ്യുന്ന റോബോട്ടുകൾ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട് ഈ ഇന്റലിജൻസ് ഉപയോഗിച്ച്. നേരത്തെ ഉണ്ടായിരുന്ന തരത്തിലുള്ള റോബോട്ടുകളല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടുന്ന റോബോട്ടുകൾ ഇത്തരം ഓപ്പറേഷനുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആകെ ബേജാറായിരിക്കും. എന്താ, നമ്മുടെയൊക്കെ ടേബിളിൽ ഇങ്ങനെ കിടത്തി, ഓപ്പറേഷൻ ടേബിളിലൊക്കെ ഇങ്ങനെ കിടത്തി ഒരു യന്ത്രം നമ്മൾ കീറി മുറിച്ചാൽ എന്താ സംഭവിക്കുക? പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താ അറിയോ? ഒരു മനുഷ്യ ഡോക്ടർ ചെയ്യുന്നതിലും പെർഫെക്റ്റ് ആയിട്ടാണ് ഈ AI റോബോട്ട് കാര്യങ്ങൾ ചെയ്യുക. അത്രയും കൃത്യമായിരിക്കും. കാരണം അതിനെ ഒരിക്കൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എന്തില്ല, ചിന്തിച്ച് തീരുമാനം എടുക്കാൻ ശേഷിയുള്ളതാണ് AI റോബോട്ട്. അതിന് തെറ്റ് വരാനേ സാധ്യതയില്ല. അപ്പൊ അത്തരമുള്ള റോബോട്ടിക് ശസ്ത്രക്രിയകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോ കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഞങ്ങള് വലിയ ഹോസ്പിറ്റൽ, ഇപ്പൊ 200-300 ഡോക്ടർമാരൊക്കെ ഉള്ള ഹോസ്പിറ്റലിൽ ചിലപ്പോൾ മനുഷ്യ ഡോക്ടർ ഒന്നേ വേണ്ടി വരും. ബാക്കി കാര്യങ്ങളൊക്കെ ഈ റോബോട്ടുകൾ, AI റോബോട്ടുകൾ ചെയ്യും ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും. നമ്മളൊക്കെ കാണുന്നില്ലേ? നമ്മളിപ്പോ ഒരു എയർപോർട്ടിൽ വിമാനത്തിൽ പോയവരൊക്കെ ഉണ്ടാവും. എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 5 പരിശോധന ഉണ്ട് അവിടെ. ഈ 5 പരിശോധന, ഇപ്പൊ നിങ്ങൾ ഗൾഫിലൊക്കെ ചെന്ന് നോക്കിയാൽ ചില എയർപോർട്ടുകളിൽ ഒറ്റ പരിശോധനയേ ഉള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബാക്കിയൊക്കെ AI സാങ്കേതിക വിദ്യയോടെ നമ്മളവിടെ കയറുന്ന സമയത്ത് തന്നെ അതെന്ത് ചെയ്യും, ഒപ്പിയെടുത്തിട്ടുണ്ടാവും നമ്മളെല്ലാ കാര്യങ്ങളും, ഡീറ്റെയിൽസ് ഒക്കെ. നമ്മളാരും പറഞ്ഞു കൊടുക്കുകയോ ഒരു കാർഡ് കാണിച്ചു കൊടുക്കുകയോ ഒന്നും വേണ്ട, അതൊക്കെ അവിടെ നടന്നിട്ടുണ്ടാവും. നമ്മൾ റോഡിലൂടെ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എങ്കിൽ, ഹെൽമറ്റ് ധരിച്ചിട്ടില്ല എങ്കിൽ ഉടനെ തന്നെ അവിടെയുള്ള ഒരു ക്യാമറ ഉണ്ട്, AI ക്യാമറ. ആ ക്യാമറ നമ്മളെ ഫോട്ടോ എടുത്ത് നമ്മുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ അവിടത്തേക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് അയക്കും. അവരത് വെച്ചിട്ടാണ് നമുക്ക് ഫീസ് അടക്കാനുള്ള, അതിന്റെ പിഴ അടക്കാനുള്ള നോട്ടീസ് അയക്കുന്നത്. ഇതൊക്കെ ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് ചെയ്യാം.
അത്രയും ഭംഗിയായിട്ടുള്ള കാര്യമാണ്, അത്രയും മികച്ച കാര്യങ്ങളാണ് ഈ രംഗത്ത് നടക്കുന്നത്. അപ്പൊ ചികിത്സാ രംഗത്ത്, ആരോഗ്യ രംഗത്താണ് ഏറ്റവും വലിയ മാറ്റം വരാൻ പോകുന്നത്. നമുക്കൊരു രോഗം ഉണ്ടെന്നുള്ള ലക്ഷണങ്ങളൊക്കെ ഈ AI-യോട് പറഞ്ഞു കൊടുത്താൽ അവർ നിർദ്ദേശിക്കും ഇന്നെന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇന്നെന്ന മെഡിസിനാണ് നിങ്ങൾ എടുക്കേണ്ടത്, ഇന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ. പിന്നെയോ ഇൻഡസ്ട്രിയിലാണെങ്കിൽ വണ്ടർഫുൾ കാര്യങ്ങളാണ് AI ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി ചെയ്യാൻ പോകുന്നത്. ഇൻഡസ്ട്രി വളരെ വലിയ കാര്യങ്ങളാണ്. അതായത് വ്യവസായ രംഗത്ത് അപകടകരമായ പല ജോലികളൊക്കെ ചെയ്യാൻ മനുഷ്യന് മാറി നിൽക്കാം. ഇതിനൊക്കെ സ്പീഡ് വർദ്ധിക്കും. മനുഷ്യന്മാർ ചെയ്യുന്നു, നമുക്ക് എന്ത് ചെയ്യും, കുറെ ജോലി ചെയ്താൽ തളർച്ച അനുഭവപ്പെടും. ഇവർക്ക് അതില്ലല്ലോ, തളർച്ചയൊന്നുമില്ല. അതുകൊണ്ട് സ്ഥിരമായിട്ട് 24 മണിക്കൂർ, ഇപ്പൊ നിങ്ങൾ ChatGPT തന്നെ പറഞ്ഞാൽ ഏത് സമയം എടുത്താലും നിങ്ങൾക്ക് ChatGPT ഉപയോഗിക്കാൻ പറ്റും. അതിന് ഉറങ്ങാൻ സമയം വേണ്ട, വിശ്രമിക്കാൻ സമയം വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ ആ രംഗത്ത് നമുക്ക് വളരെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. വ്യവസായ രംഗത്ത് ഇഷ്ടം പോലെ എല്ലാവരും മാറിക്കഴിഞ്ഞു. നമ്മൾ ഒട്ടനവധി വ്യാവസായിക രംഗത്താണ് ഏറ്റവും കൂടുതൽ ഇത് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് വരുന്ന കൃഷി വളരെ രസമാണ്. ഒരു ഇസ്രായേലിലൊക്കെ പോയാൽ നമുക്ക്, ഞാൻ പോയിട്ടില്ല, പറഞ്ഞു കേട്ടതാണ്, അവിടുത്തെ കൃഷി സമ്പ്രദായമൊക്കെ നമ്മൾ പഠിക്കണം. എല്ലാം AI-യുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ഒരു ചെടിക്ക് വെള്ളം വേണമെന്ന് AI എന്ന ഉപകരണത്തിലൂടെ, അതുമായിട്ട് ബന്ധപ്പെട്ട ഉപകരണത്തിലൂടെ അറിയുന്ന സമയത്ത് അത് തന്നെ അതിന് വേണ്ട എന്താണോ സപ്ലിമെന്റ് വേണ്ടത്, വെള്ളം വേണം, അതിന്റെ കൂടെ എന്ത് ന്യൂട്രീഷൻസ് ആണോ വേണം, അത് ഓട്ടോമാറ്റിക്കലി കൊടുത്തോളും. ഒന്നും അധികമാവില്ല, ഒന്നും കുറഞ്ഞു പോവില്ല. അപ്പോ കാർഷിക രംഗത്ത് വളരെ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്, വന്നു കഴിഞ്ഞത് ഓൾറെഡി. ഇപ്പോഴേ ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ, ജപ്പാൻ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ഇത് വന്നു കഴിഞ്ഞു. കാർഷിക രംഗത്ത് വളരെ വലിയ മാറ്റങ്ങൾ AI വരുത്താൻ പോവുകയാണ്. പിന്നെ അതേപോലെ വിളവെടുക്കേണ്ട സമയം, ആ സമയത്ത് തന്നെ ഒട്ടും തെറ്റാതെ, നമുക്ക് നമ്മുടെ നോട്ടത്തിനൊക്കെ ചിലപ്പം പെശക് പറ്റും, പക്ഷെ ഇതിന് അതൊന്നുമില്ല, വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് അറിയാം AI ഉപയോഗിച്ചിട്ട്. അതേപോലെ ട്രാഫിക് രംഗത്ത്, ഗതാഗത രംഗത്ത് ഏറ്റവും വലിയ മാറ്റം വന്നു കഴിഞ്ഞു. അത്ഭുതപ്പെട്ടു നമുക്ക് നമ്മളിപ്പം പറയുന്ന ഈ ജീവിക്കുന്ന ലോകത്തുണ്ടല്ലോ, ഒരു 10 വർഷം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ ഇഷ്ടം പോലെ ഓടിത്തുടങ്ങും. ഇപ്പൊ പല രാജ്യങ്ങളിലും ഓടിത്തുടങ്ങി. ഡ്രൈവർ വേണ്ട, നമ്മൾ കയറി ഇരിക്കുക, നമുക്ക് ഡെസ്റ്റിനേഷൻ ഏതാണോ, നമുക്ക് എത്തിച്ചേരേണ്ട സ്ഥലം ഏതാണോ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് വേണേൽ കിടന്നുറങ്ങാം. എന്നിട്ട് ആ വാഹനം നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും. എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അറിയിപ്പ് തരും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അത് വളരെ സുരക്ഷിതമാണ്. നമ്മൾ ഓടിക്കുന്ന സമയത്ത് അത്യാവശ്യം എന്തുണ്ട്, കൂട്ടിമുട്ടാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. AI കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു കൂട്ടിമുട്ടാനുള്ള സാധ്യതയില്ല. കാരണം മേലുള്ള ഉപഗ്രഹം ഉപയോഗിച്ചിട്ട് വളരെ കറക്റ്റായിട്ട് അത് സ്പോട്ട് ചെയ്യും, എവിടെയാണ് മുന്നിലുള്ള വാഹനം ഉള്ളത്, പിന്നിലുള്ള വാഹനം ഉള്ളത്, സൈഡിലുള്ള വാഹനം ഉള്ളത്, അവിടെ നിന്നുള്ള റോഡ് ഉള്ളത് ഒക്കെ വളരെ കൃത്യമായി സ്പോട്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് ട്രാഫിക് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഈ രംഗത്ത് മാറ്റം വരിക. ഇനി യുദ്ധരംഗത്തേക്ക് പോയാലോ, നമുക്കറിയാലോ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രഹ്മോസിനെ പറ്റി പഠിച്ചു. ഫയർ ആൻഡ് ഫോർഗറ്റ് ആണ് ബ്രഹ്മോസ്. നമ്മൾ ഇവിടുന്ന് ഫയർ ചെയ്യാം. പാകിസ്ഥാനിലെ ഇന്ന ലക്ഷ്യമാണ് നമുക്കുള്ളത്, ഇസ്ലാമാബാദിലെ ഇന്ന ലക്ഷ്യം. ആ ലക്ഷ്യം ഇതിന് പറഞ്ഞു കൊടുത്ത് അതിനങ്ങ് ഫയർ ചെയ്ത് വിട്ടാൽ മതി, പിന്നീട് അതായിക്കൊള്ളും. അത് ആകാശത്തിലേക്ക് ഉയർന്ന് പറന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് പോയി കൃത്യമായിട്ട് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അവിടെ ആക്രമിക്കും. അപ്പൊ യുദ്ധരംഗത്താണ് വളരെ വലിയ കാര്യം. വിമാനം നമ്മളെ വ്യോമാതിർത്തിയിലൂടെ പോകുമ്പോൾ, നമുക്കറിയാം തിരുവനന്തപുരത്ത് കഴിഞ്ഞ 13 ദിവസമായി ഒരു വിമാനം കിടക്കുന്നു. അമേരിക്കയുടേതാണ് വിമാനം, പക്ഷെങ്കിൽ അമേരിക്ക ഉണ്ടാക്കിയ വിമാനമാണ്, UK-യുടെ സൈന്യത്തിൻ്റെതാണ് വിമാനം. ആ വിമാനം നമ്മളെ വ്യോമാതിർത്തിയിലൂടെ പോയ സമയത്ത് നമ്മളെ റഡാർ ഡിറ്റക്ട് ചെയ്ത് താഴെ ഇറക്കി അവിടെ വെച്ചിരിക്കുകയാണ്. ഇവർ പറയുന്ന യന്ത്ര തകരാറെന്നൊക്കെയാണ്, എന്തൊക്കെയാണെന്നുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആകാശത്ത് കൂടി പോകുന്ന വസ്തുക്കളെയൊക്കെ കണ്ടെത്തി സ്ഥാനം നിർണയിച്ച് കാര്യങ്ങൾ ചെയ്യാനും അതേതാണെന്ന് മനസ്സിലാക്കാനൊക്കെയുള്ള AI സംവിധാനം വളരെ വലുതാണ്, വളരെ വലുത്. അതുകൊണ്ടാണ് ഇസ്രായേലിലൊക്കെ ആ സംവിധാനം ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും അവിടുന്ന് വന്ന മിസൈലുകൾ അവർക്ക് തകർക്കാൻ പറ്റുന്നത്. AI സംവിധാനം, അതായത് മനുഷ്യന്മാർ വേണ്ട, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സെൽഫ് കൺട്രോൾഡ് ആണ് എല്ലാം. നമുക്ക് തന്നെ നമുക്കറിയാം, പാകിസ്ഥാൻ ഏതാണ്ട് 400ഓളം മിസൈലുകൾ നമുക്ക് നേരെ അയച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നുപോലും നമ്മളെ രാജ്യത്ത് വന്നിട്ടില്ല. കാരണം നമ്മളെ സംവിധാനം വളരെ വലുതാണ്. S-400 എന്നൊക്കെ പറയുന്നതും അതിലപ്പുറമുള്ള സാധനങ്ങൾ, കാളിയുണ്ട്, കുറെ കാര്യങ്ങൾ, അതൊക്കെ തന്നെ ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സ്പോട്ട് ചെയ്തിട്ട് അതിനെ ആകാശത്ത് തന്നെ നശിപ്പിച്ചോളി. അപ്പൊ ആ സംവിധാനം ഇങ്ങനെ എല്ലാ രംഗത്തും AI വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൽ സാധ്യതകളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട സാധ്യത എന്താ അറിയോ, ലോകത്ത് ഇനി നിങ്ങൾ വളർന്ന് വലുതായി പഠനമൊക്കെ പൂർത്തിയാകുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിലുള്ള സാധ്യതകൾ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വലിയ സാധ്യതകളാണ്. ആ സാധ്യതകൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അതിനു വേണ്ടി പ്രാപ്തരാവണം. ഇത് ഞാൻ നിങ്ങൾക്ക് ChatGPT ഒന്ന് പരിചയപ്പെടുത്താം, നോക്കട്ടെ, സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ
ബാക്കി കാര്യങ്ങൾ നമുക്ക് ഓരോന്ന് വിശദമായിട്ട് പറയാം. ഇഷ്ടംപോലെ സംഗതികളുണ്ട്. ഇതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്, ചില ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് പിന്നീട് ഒരു ക്ലാസ് പറയാം. ഞാൻ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. വെയിറ്റ്. ഞാൻ 5 പേർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. വെയിറ്റ്. സാറേ ഞങ്ങള് മാത്സ് ഒക്കെ ചാറ്റ് ചെയ്യുന്നത്. അതല്ല മോനെ പറഞ്ഞത്, ഞാൻ സ്ക്രീൻ ഷെയർ ആണ് പറഞ്ഞത്. ഇപ്പൊ എന്റെ സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ മക്കളെ? സാർ ഇതാണ് ചാറ്റ് GPT എന്ന് പറയുന്നത്, ഓൺലൈൻ ആയിട്ടുള്ള സാധനം. നിങ്ങൾ ബ്രൗസറിൽ ചാറ്റ് GPT എന്ന് അടിച്ചാൽ ഇത് കിട്ടും. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ അടിയിൽ നിങ്ങൾക്ക് കാണാം, ഇതാ ഇവിടെ ആസ്ക് എനിത്തിങ് എന്ന് കാണാം. ഇവിടെ നിങ്ങൾ എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും തത്സമയം ചാറ്റ് GPT നിങ്ങൾക്ക് ഉത്തരം തരും. ഒരു ഒറ്റ ഉദാഹരണം ഞാൻ ചോദിക്കുന്നു ഇതിനോട്, വാട്ട് ഈസ് AI? വാട്ട് ഈസ് AI എന്ന് ഞാൻ ചോദിച്ചു. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഇവിടെയുള്ള ഈ ഏറോ മാർക്ക് പ്രസ് ചെയ്യുമ്പോൾ അവർ അപ്പ് ഏറോ കാണാം, അതൊന്ന് പ്രസ് ചെയ്ത് വിട്ടാൽ മതി. ഉടനെ ഇത്രയും സമയം വേണ്ടു, വിത്തിൻ സെക്കൻഡ് ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. എന്താണ് AI എന്നുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണ്, അതിന്റെ കാര്യങ്ങൾ എന്താണ്, ഏതൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, അതിന്റെ സിമ്പിൾ എക്സാമ്പിൾ ഏതാണ്, കോമൺ യൂസ് ഏതാണ്, അതായത് സാമാന്യമായിട്ടുള്ള അതിന്റെ ഉപയോഗം എന്താണ്, ഇനി ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, നാരോ AI, ജനറൽ AI, ഈ കാര്യങ്ങളൊക്കെ അത് തന്നു കഴിഞ്ഞു. നമുക്ക് അത്രയും സ്പീഡായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്കിത് ഇന്റർനെറ്റിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം വേണം, സൈറ്റിൽ പോകണം, ആ സൈറ്റിൽ നമുക്ക് പറ്റിയ കാര്യങ്ങൾ കണ്ടുപിടിക്കണം, എന്നിട്ട് അത് നമുക്ക് മാറ്റി ഉണ്ടാക്കണം, ഇതൊക്കെ വേണം. ഇതിൽ ഇതാ കിട്ടിക്കഴിഞ്ഞു നമുക്ക്. ഇതൊരു ചെറിയ ഉദാഹരണം. ഇനി ഞാൻ വേറൊരു AI നിങ്ങളെ പരിചയപ്പെടുത്താം. ഒരു പരിചയപ്പെടൽ മാത്രം കേട്ടോ. ഇതാണ് ജെമിനി AI. ഇതാണ് ജെമിനി AI. ഇപ്പൊ വന്നിരിക്കുന്നതാണ് ജെമിനി. ഈ ജെമിനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്തരാം, ശ്രദ്ധിച്ചോളൂ. ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അതിലുണ്ട് കേട്ടോ, ചാറ്റ് GPT ഞാൻ ഓൺലൈനായിട്ട് എടുത്തതാണ്, പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല. അതിൽ തന്നെ പെയ്ഡ് ആണെങ്കിൽ നല്ല അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് കുറെ ഉണ്ട്. നമുക്ക് ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് കിട്ടൂല. ഇവിടെ വരുന്ന സമയത്ത് പെയ്ഡ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉണ്ട്, ലേറ്റസ്റ്റ് കാര്യങ്ങൾ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് നമുക്ക് തരും. ഇവിടെ കാണുന്നത് നമുക്ക് ജെമിനി AI ആണ്. ഈ ജെമിനി AIയിലേക്ക് ഞാൻ പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. നമ്മൾ കൊടുക്കുന്ന കാര്യത്തിന്, ആ ചോദ്യത്തിന് പറയുന്ന പേരാണ് പ്രോംപ്റ്റ്. പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ലോകത്ത് സമാനമായ ഒരുപാട് ഒരേപോലത്തെ വിവരങ്ങൾ കുറെ ഉണ്ടാവും. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് കിട്ടേണ്ടത് സ്പെസിഫിക് ആയിട്ട് ചോദിക്കണം, അപ്പൊ എളുപ്പത്തിൽ കിട്ടും. അല്ലെങ്കിൽ കുറച്ച് വേഗമായിട്ടുള്ള സാധനങ്ങളാണ് കിട്ടുക. നമുക്ക് എന്താണോ വേണ്ടത്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്ന് രണ്ട് കാര്യങ്ങൾ, ശ്രദ്ധിച്ചോളൂ. ഞാന് ഇവിടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ആസ്ക് ജെമിനി എന്നുള്ള അടിയിൽ ഒരു പ്ലസ് ചിഹ്നം കാണാം. ആ പ്ലസ് ചിഹ്നത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒന്ന് വരും, അപ്ലോഡ് ഫയൽസ് ആഡ് ഫ്രം ഡ്രൈവ്. അപ്പൊ ഞാൻ അപ്ലോഡ് ഫയൽസിൽ ക്ലിക്ക് ചെയ്തു. അപ്പൊ എന്നോട് ചോദിക്കുകയാണ് എവിടെ നിന്നാണ് എടുക്കേണ്ടത്. ഞാനിവിടെ ഒരു പിക്ചർ, ലയൺ എന്നുള്ളൊരു പിക്ചർ ഇവിടെ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഓപ്പൺ ചെയ്യാൻ. ശരി, ഇപ്പൊ ഞാൻ എടുത്ത പിക്ചർ ജെമിനിയിൽ വന്നു കഴിഞ്ഞാൽ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ജെമിനിയോട് ഒരു കാര്യം പറയാണ്. ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ ടൈപ്പ് ചെയ്ത് ഞാൻ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാണ് എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതാണ് കൊടുത്തത് ജെമിനിക്ക്. മേക്ക് എ സ്മോൾ സ്റ്റോറി ഫോർ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ബേസ്ഡ് ഓൺ ദ പിക്ചർ അപ്ലോഡ്. ഞാൻ ഈ പിക്ചർ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പിക്ചറിനെ ബേസ് ചെയ്തിട്ട് 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയ സ്റ്റോറി ഉണ്ടാക്കി തരൂ എന്നാണ് ഞാൻ ജെമിനിയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനിത് കൊടുക്കുകയാണേ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം എത്ര സമയം എടുക്കുന്നുണ്ടെന്നുള്ളത്. നെറ്റ്വർക്ക് കുറച്ച് സ്പീഡാണ്. സ്റ്റോറി വന്നു കഴിഞ്ഞു. നിങ്ങൾ നോക്ക്, 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ ഈ പിക്ചറിനെ ബേസ് ചെയ്തിട്ട്, ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പിക്ചറിനെ ബേസ് ചെയ്തിട്ട് സ്റ്റോറി ജെമിനി നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നു. ഇനി ഇത് നമുക്ക് മലയാളത്തിൽ വേണോ, ഒരു പ്രയാസമില്ല. ഞാൻ കാണിച്ചു തരാം. ട്രാൻസ്ലേറ്റ് ടു മലയാളം എന്ന് കൊടുത്താൽ മതി. ഞാനത് കൊടുത്തു, ട്രാൻസ്ലേറ്റ് ടു മലയാളം. എന്താ സംഭവിക്കാൻ നോക്കാം. ഈ സ്റ്റോറി ഒന്ന് മലയാളത്തിൽ വേണമെന്ന് വെച്ചാൽ
മലയാളത്തിൽ റൈറ്റ്. ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. മലയാളം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രം സംസാരിക്കുന്ന ഭാഷയാണ്. അത് അത്രത്തോളം അപ്ഡേഷൻ വന്നിട്ടുണ്ടാവില്ല. അപ്പൊ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും. നമ്മൾ നോക്കിയാൽ ആ സ്റ്റോറി അങ്ങനെ തന്നെ വിത്തിൻ സെക്കൻഡ് ഇത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം. ഓക്കെ, അപ്പൊ ഇത് അതിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന അടുത്ത കാര്യം എന്താ രസം നിങ്ങൾ ആലോചിച്ച്, അത്ഭുതങ്ങളാണ്. ഞാൻ വേറൊന്ന് അപ്ലോഡ് ചെയ്യണേ. അതേപോലെ തന്നെ പോയിട്ട് യെസ്, 8ാം ക്ലാസ്സിലെ NCERT സിലബസിലുള്ള ബേസിക് സയൻസിന്റെ ഒരു യൂണിറ്റിന്റെ PDF ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തു. PDF ആണേ. എന്നിട്ട് ഞാൻ അതിനോട് പറയുന്നു, ആ ChatGPT ഞാൻ പറയാണ്, ശ്രദ്ധിക്കുക. ഇത്ര ഞാൻ പറയുന്നതാ. മേക്ക് എ സമ്മറി ഓഫ് ദ ടെക്സ്റ്റ്. അതായത് ഒരു യൂണിറ്റ് ആണ്, 8ാം ക്ലാസ്സിലെ NCERT ടെക്സ്റ്റ് ബുക്കിന്റെ ബേസിക് സയൻസിന്റെ ഒരു യൂണിറ്റ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്ത PDF. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് അതിന്റെ സമ്മറി കിട്ടണം. ഞാൻ വായിക്കുകയാണെങ്കിൽ 10-20 പേജ് ഉണ്ട്. ആ പേജ് മുഴുവൻ വായിച്ച് സമ്മറി ഉണ്ടാക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പൊ ഇതിനോട് പറയുകയാണെ എത്ര സമയം എടുക്കുന്നത് നോക്കിയാൽ കൊടുക്കുകയാണെ കൊടുത്തു. അത്രയുള്ള ഒരു 10-12 പേജ്. ആ പേജ് നിങ്ങൾക്ക് വേണേൽ അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമ്മളെ ഇത് വന്നു, സമ്മറി വന്നു. നോക്ക് നിങ്ങൾ, ഒരു യൂണിറ്റിന്റെ സമ്മറി വന്നു കഴിഞ്ഞു. ഒരു യൂണിറ്റ് ഏതാണ്ട് 10-18 പേജ് ഉണ്ട്. ആ പേജുള്ള സാധനത്തിന്റെ സമ്മറിയാണ് വന്നിരിക്കുന്നത് കംപ്ലീറ്റ്. നോക്ക് നിങ്ങൾ, എത്ര എളുപ്പം കഴിയും. ഇനി അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് കൊടുക്കുന്നു നോക്കിക്കോളെ. എനിക്കെന്ത് ചെയ്യണം, അതിലെന്താ ഇനി അടുത്ത വേണ്ടതെന്ന് അറിയാം. മേക്ക് 10 questions that elicit one-word answers based on the provided text. ഞാൻ കൊടുത്തു. അതായത് നിങ്ങൾക്ക് മലയാളത്തിൽ കൊടുക്കാം കേട്ടോ. അതായത് ഈ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ്, അതായത് ഈ PDF-ൽ നിന്ന് ഒറ്റ വാക്കിൽ ഉത്തരം കിട്ടുന്ന 10 ചോദ്യങ്ങൾ വേണം. ഉടനെ ഞാൻ പറയാൻ പോവാണ്. പറഞ്ഞു കഴിഞ്ഞു വന്നു, ചോദ്യങ്ങൾ വന്നു. ഇതിപ്പോ ചോദ്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. വിത്ത് കീ എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസറും നമുക്ക് തരും. നമുക്ക് ആൻസർ സെപ്പറേറ്റ് ആയിട്ട് തരും. ഇനി ആൻസർ അതിന്റെ കൂടെ വേണമെങ്കിൽ അങ്ങനെ തരും. ഇനി അടുത്തത് നോക്കിക്കോളൂ, അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ. എനിക്ക് അടുത്തതായിട്ട് വേണ്ടത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഈ 1 വേർഡ് അല്ല വേണ്ടത്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വേണം. വിത്ത് കീയും വേണം, അതിന്റെ ആൻസർ വേണം അടിയിൽ. ശരിയാണോ നോക്കണ്ടേ? അപ്പോ അത് കൊടുത്തു. ഉടനെ വന്നു ഇതാ 10 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വന്നു ആ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട്. ഇനി അതിന്റെ അടിയിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കാണാം, കീ ഉണ്ടാവും. അപ്പൊ വിത്ത് കീ ആണ് ആൻസർ അതിലുണ്ട്. ഓരോന്നിന്റെ കൂടെ ശരിയായ ആൻസർ കൊടുത്തിട്ടുണ്ട്. കീ സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് വേണമെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അത് തന്നു കഴിഞ്ഞു. ഇനി അടുത്ത ശ്രദ്ധിച്ചോളൂ. ശരി, അടുത്തത് ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇതിന്റെ അടിയിൽ ഇമേജ് എന്ന് കാണാം. അതായത് ആസ്ക് ജെമിനി എന്നടിയിൽ പ്ലസ് ചിഹ്നത്തിന്റെ വലതോട്ട് മാറിയിട്ട് ഇമേജ് എന്നാണ്. ആ ഇമേജിൽ ക്ലിക്ക് ചെയ്തിട്ട് ശേഷം അവിടെ ഒരു കാര്യം പറയാണ് ഇതിനോട്. മേക്ക് എൻ ഇമേജ് ബേസ്ഡ് ഓൺ ദ ഫസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ദ PDF. ഈ PDF-ലെ 1ാമത്തെ ചാപ്റ്ററിലെ 1ാമത്തെ ഡിസ്ക്രിപ്ഷനാണ്, വിവരണത്തിന് അടിസ്ഥാനമാക്കിയിട്ട് ഒരു ഇമേജ് ഉണ്ടാക്കി തരാൻ പറയും. അപ്പൊ അത് ഇമേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇമേജ് ഉണ്ടാക്കാൻ നേരത്തെ ആൻസർ കിട്ടിയാൽ കുറച്ച് സമയം എടുക്കും. ഇനി അത് മാത്രമല്ല, നമ്മളെ നെറ്റ്വർക്ക് നല്ല സ്പീഡാണെങ്കിൽ ഇതൊക്കെ സെക്കൻഡുകൾ കൊണ്ട് സാധിക്കുന്ന കാര്യമാണ്. യെസ്, കണ്ടോ നിങ്ങൾ, ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ ഒരു ഇമേജ്. ഇത് നെറ്റ് നിന്ന് എടുത്തു തരുന്നതല്ല, ഇത് സ്വമേധയാ ഉണ്ടാക്കുകയാണ്. നമ്മുടെ വിവരണം വെച്ചിട്ട് അത് ഉണ്ടാക്കി എടുക്കുകയാണ്. അതിന്റെ ഒരു ഇമേജ്, അതായത് മൈക്രോസ്കോപ്പിൽ കൂടെ കാണുന്ന ഒരു ഇമേജ് നമുക്ക് തന്നു കഴിഞ്ഞു. ഇനി നമ്മൾ അവിടെയും വിടുന്നില്ല. അടുത്ത ചോദിക്കണേ, ശ്രദ്ധിക്കാം. അടുത്ത നമ്മൾ പറയുന്നു മേക്ക് എ 3D മോഡൽ ഓഫ് എ മൈക്രോ ഓർഗാനിസം. ഒരു സൂക്ഷ്മ ജീവിയുടെ ഒരു 3D മോഡൽ തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. നോക്കാം നമുക്ക് തരുമെന്നുള്ളത്. ഐ എം സോറി, കാണുന്നില്ലേ? ഐ എം സോറി, ഐ കനോട്ട് ക്രിയേറ്റ് എ 3D മോഡൽ ഓഫ് മൈക്രോ ഓർഗാനിസം. മൈ capability are limited to generating images.
അപ്പൊ ഇതില് അതിന് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ആ ഓപ്ഷൻ നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഉള്ള പെയ്ഡ് വേർഷൻ ആണെങ്കിൽ ഈ ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ ഇത്തരത്തില് നമ്മളെ സംബന്ധിച്ച് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റിയ ഒരു സാധനമാണ് AI എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് പഠനത്തിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഒരു സെക്കൻഡേ പറയാം. യെസ്. അപ്പോ പഠിക്കാൻ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. വളരെ വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് മിനിറ്റ് വെച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിനെപ്പറ്റി കൂടുതൽ പറയാൻ നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സ്പാർക്ക് തരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ രംഗത്തേക്ക് നിങ്ങൾ വരണം. നിങ്ങൾ വന്നിട്ട് ഇതിലേക്ക് എന്തൊക്കെയുണ്ടെന്നുള്ള നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. എന്നിട്ട് മനസ്സിലാക്കണം. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇതിനോട് തന്നെ ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ ഇതിനോട് ചോദിച്ചാൽ ഇത് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും ഓരോ കാര്യങ്ങൾ. എങ്ങനെയാണ് ഇന്ന കാര്യം നമുക്ക് എന്റെ ഫോണിൽ ഇന്ന ഒരു ആപ്പ് ഞാൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് പ്രവർത്തിക്കേണ്ടത് അറിഞ്ഞുകൂടാന്ന് വിചാരിക്കുക. അത് ചോദിക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരുമെന്ന് വെച്ചാൽ എല്ലാം പറഞ്ഞു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത് AI-യുടെ ചെറിയ രൂപം മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. അത്രയും വാസ്റ്റാണ് കാര്യങ്ങൾ. അതിലേക്ക് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. അതിനുള്ള ഒരു തുടക്കടാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. അത് എത്രത്തോളം വിജയിച്ചെന്ന് വിലയിരുത്തേണ്ടത് നിങ്ങളാണ്. വിദ്യാജി, അനൂപ് സാർ കയറിയിട്ടുണ്ടോ? ഇല്ല സാർ, വന്നിട്ടില്ല. എന്ത് പറ്റിയെന്ന് അറിയില്ല. സാർ എത്തിയിട്ടില്ല. നമുക്ക് കുട്ടികളുടെ ഇനിയിപ്പോ നമുക്ക് എന്താ പറയാ, ഇതിൽ വീഡിയോ സൃഷ്ടിക്കാം. ഇതിന് ഇഷ്ടം പോലെ ഇതിന് എക്സ്റ്റൻഷൻ ഒരുപാടുണ്ട്. നിങ്ങൾ ക്യാൻവയിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ ക്യാൻവ ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് 3D കിട്ടും. ഞാനത് എടുക്കാത്തതുകൊണ്ടാണ്. ക്യാൻവ ഓപ്ഷൻ ഉണ്ട്. ആ ക്യാൻവ ഓപ്ഷനിൽ പോയാൽ 3D ഇമേജ് കിട്ടും. അതിൽ ചലിപ്പിക്കാൻ പറ്റും. അതിന്റെ ഡിസ്ക്രിപ്ഷൻ കിട്ടും. ഇതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കധികം പിന്നെ ഇതിനെപ്പറ്റിയുള്ള അറിവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ഉപകരണം എടുത്ത് ഇതേപോലത്തെ കമ്പ്യൂട്ടർ എടുത്തിട്ട് നിങ്ങൾ ഇത് ചെയ്തു നോക്കിയാൽ മതി. അപ്പൊ അതിന്റെ സാധ്യതകളാണ് ഞാൻ പറഞ്ഞത്. വളരെ വലിയ സാധ്യതകളാണ്. ഇനി ഈ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയാൽ മാത്രം പോരാ. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ പറയുക, നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ഇനിയും എന്ത് ഡെവലപ്മെന്റ്സ് വരുത്താം, ഇനി ഇതെങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാന്ന് നിങ്ങളാണ് ചെയ്യേണ്ടത്. അതിന്റെ ആൾക്കാർ നിങ്ങളാണ്, കൊച്ചു ശാസ്ത്രജ്ഞന്മാരാണ് നിങ്ങൾ. ഇനി നിങ്ങളാണ് ലോകത്തിനെ കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പൊ ആ സമയത്ത് പിന്നെ ഇതിൽ ഈ AI ഒക്കെ അങ്ങേ അറ്റത്തെത്തിക്കേണ്ടവർ നിങ്ങളാണ്. നമുക്ക് സാധ്യതകൾ ഒരുപാടാണ്. എന്തൊക്കെ സാധ്യതകളാ! പിന്നെ ഈ സാധ്യതകൾ ഉപയോഗിച്ച് നിരവധി യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നു, ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നു, വിവര വിനിമയം നടക്കുന്നു. ഇഷ്ടം പോലെ AI ഉപയോഗിക്കാത്ത ഫീൽഡ് ഇനി ഉണ്ടാവില്ല. ഇനിയിപ്പം പറഞ്ഞു കേട്ട വിവരം ശരിയാണെങ്കിൽ ഒരു 25 വർഷം കൂടി കഴിയുമ്പോൾ നമ്മുടെയൊക്കെ വീട്ടില് മിക്കവാറും ഒരു AI റോബോട്ട് ഉണ്ടാവും. ഏതാണ്ട് 18 കോടി AI റോബോട്ടുകൾ ഇന്ത്യയിൽ ഒരു 5 വർഷം കൊണ്ട് വരാൻ പോവാണ്. അപ്പൊ നമ്മളൊക്കെ ചിലപ്പോൾ അതിന്റെ ഭാഗമാവും. അത് നമ്മൾ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതിന്റെ മറുവശമുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ പറയാം. ഏതായാലും തൽക്കാലത്തേക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. താങ്ക് യു ഓൾ. കുട്ടികളുടെ ആദ്യം കേൾക്കാം. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കേൾക്കണം. ഞങ്ങൾക്ക് ഓരോരുത്തരായിട്ടൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ് എന്നുള്ള അഭിപ്രായങ്ങൾ പറയാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആരും പോവല്ലേ, സംസാരിച്ചോളൂ ഓരോരുത്തരായിട്ട്. ഞാൻ തന്നെ തുടങ്ങിക്കോളൂ. എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്? നല്ല ക്ലാസ് ആയിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റി. ഓക്കെ, താങ്ക് യു. ഇനി ആരാണ്? മനസ്സിലായി എന്ന് പറയൂ കേട്ടാ. മക്കളെ, നിങ്ങളെ പോലെ തന്നെ ഞാനും ഈ കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണെങ്കിൽ എനിക്കും അത് അന്വേഷിക്കാൻ പറ്റും. എന്നേക്കാളും കൂടുതൽ ചിന്തകൾ പോവാൻ നിങ്ങളാ കുട്ടികൾ എന്നുള്ളതല്ലേ. ഞാനിപ്പോൾ തുടക്കേട്ടിട്ടാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഠിച്ച കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇതൊന്നും പൂർണ്ണമല്ല. ഇത് നിങ്ങളും പഠിക്കണം ഇഷ്ടം പോലെ. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ചാൽ നമുക്ക് അറിയാവുന്നതാണെങ്കിൽ ക്ലിയർ ചെയ്യാം. ഇനി അറിഞ്ഞുകൂടാത്തതാണെങ്കിൽ എനിക്കും അന്വേഷിക്കാറുള്ളത്. മനോജിന്റെ പേരിൽ കുട്ടി എന്തോ പറയാൻ തുടങ്ങിയതായിരുന്നു. അതുപോലെ ഓരോരുത്തർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. എന്താണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് അറിയണമല്ലോ. നല്ല ക്ലാസ് ആയിരുന്നു. എനെ കുറിച്ച് നല്ല പഠിച്ചു. സാറേ നല്ല ക്ലാസ്സാണ്. ഈ ജെമിനിനെ പറ്റിയും
ചാറ്റ് ജി പി ടിനെ പറ്റി കുറച്ചും കൂടി ഇൻഫോർമേഷൻ കിട്ടി. താങ്ക് യു സാർ. വെൽക്കം വെൽക്കം. നെക്സ്റ്റ് അടുത്തടുത്ത ആള് പറഞ്ഞോളൂ. ആരെയും ഞാൻ പേര് വിളിക്കുന്നില്ല. സാർ നല്ല ക്ലാസ് ആയിരുന്നു സാർ. ചാറ്റ് ജി പി ടിനെ കുറിച്ചൊക്കെ ജെമിനിനെ കുറിച്ചൊക്കെ കുറച്ചും കൂടി അറിയാൻ പറ്റി. സന്തോഷം. സാർ ഒരു സംശയം നോക്കട്ടെ? സാർ ഇപ്പൊ ഈ 3ാം ക്ലാസ്സിലുള്ള കുട്ടിക്ക് എഐനെ പറ്റിയൊക്കെ പഠിക്കാൻ കഴിയോ? ഏതാ? ഈ 3ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടിക്ക് ഇപ്പൊ എഐനെ പറ്റിയൊക്കെ ഫുള്ള് പഠിക്കാൻ പറ്റുമോ? മോനെ അത് താല്പര്യമാണ്. ഞാന് ഒരു 3 മാസം മുമ്പ് 3 കുട്ടികളെ പരിചയപ്പെട്ടു. ആ കുട്ടികളുടെ വയസ്സ്, ഒരു കുട്ടീന്റെ വയസ്സ് 12 മറ്റു കുട്ടീന്റെ വയസ്സ് 13 മൂന്നാമത്തെ കുട്ടീന്റെ വയസ്സ് 14. അവര് ഓൾറെഡി കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരാണ്. അവർ പഠിപ്പിക്കുന്നത് ആരെയാണെന്നറിയോ? അതായത് SLC കഴിഞ്ഞു, +2 കഴിഞ്ഞു, BTech കഴിഞ്ഞു, MTechന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെയാണ് ആര് പഠിപ്പിക്കുന്നത്? ഈ 12, 13, 14 വയസ്സുള്ള കുട്ടികൾ പഠിപ്പിക്കുന്നത്. അവരുടെ ശമ്പളം അറിയാം. 14 വയസ്സുള്ള ആളുടെ ശമ്പളം 2.5 ലക്ഷം രൂപയാണ് മാസത്തിൽ. അവർ ക്ലാസ് എടുക്കുന്നത് കേരളത്തിന് പുറത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പോയിട്ടാണ് അവർ ക്ലാസ് എടുക്കുന്നത്. അട്ടപ്പാടി അഭിമാനകരമായ കാര്യം എന്താണെന്നറിയോ? അട്ടപ്പാടി ആദിവാസി കോളനിയിലെ 3 ആദിവാസി കുട്ടികളാണ് ഈ 3 പേര്. ഞാൻ പരിചയപ്പെട്ടതാണ്. എനിക്ക് തന്നെ വല്ലാത്തൊരു അഭിമാനം ഉണ്ടായി. കാരണം നമ്മളെ കൂട്ടത്തിലുള്ള നമ്മള് പലപ്പോഴും അധസ്ഥിതരെന്ന് മുദ്ര കുത്തുന്ന ആ വിഭാഗത്തിൽപ്പെട്ട 3 കുട്ടികൾ കേരളത്തിന് തന്നെ അഭിമാനമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോ ശരിക്കും വല്ലാത്തൊരു ഒരു രോമാഞ്ചം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിന് വയസ്സൊരു പ്രശ്നമല്ല, നിങ്ങളെ താല്പര്യമാണ്. 3ാം ക്ലാസ് ആണോ 3 വയസ്സാണോ എന്നൊന്നും വിഷയമല്ലത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അത് നമുക്ക് സ്വമേധയാ പഠിച്ചെടുക്കാം താല്പര്യം ഉണ്ടെങ്കിൽ. ഇതൊക്കെ ചെറിയ അറിവായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. ഞാൻ ഇതിലേക്ക് കയറി എന്റെ സംശയങ്ങളൊക്കെ ഇതിനോട് തന്നെ പലതും ചോദിച്ചു, പലതും മനസ്സിലാക്കി അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്തതാണ്. ഇതൊന്നും വലിയ അത്ഭുതമൊന്നുമല്ല. കുറച്ച് താല്പര്യം ഉണ്ടെങ്കിൽ നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. 3ാം ക്ലാസ് ഒന്നും ഒരു വിഷയമല്ല. നമുക്ക് മലയാളത്തിൽ തന്നെ വേർഷൻ ഉണ്ടല്ലോ, ഇതിൽ തന്നെ നിങ്ങൾക്ക് മലയാളം ഉപയോഗിക്കാം. ഏത് ഭാഷയും, ലോകത്തിലെ ഏത് ഭാഷയും ഇതിന് വഴങ്ങും. പക്ഷെ മലയാളത്തിന് ഒരു കുഴപ്പം എന്താ പറഞ്ഞാൽ നമ്മൾ കേരളത്തിലുള്ളവർ മാത്രം ഉപയോഗിക്കുന്നതാണ്, വളരെ ചുരുങ്ങിയ ഒരു ജനങ്ങൾ ഉപയോഗിക്കുന്നതാണ്. അതിൽ അപ്ഡേഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് മലയാളത്തിനായി മെനക്കെടാൻ ആളില്ലാത്തത് കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയുള്ള മലയാളത്തിൽ ചെറിയ ഗ്രാമർ മിസ്റ്റേക്കുകളും വാക്കുകളിലും വാചകങ്ങളൊക്കെ ചില തെറ്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത്രയേ ഉള്ളൂ. ഇംഗ്ലീഷ് ആകുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? ചോദിച്ചോളൂ. നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്ലാസ് ആണ്. അപ്പോൾ ക്ലാസ്സിൽ എന്ത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയാം. ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒത്തിരി കുട്ടികളുണ്ട്. ഇന്ന് 64 പേരുണ്ടായിരുന്നാണ്. ഇപ്പോ നമുക്ക് 43 പേരുണ്ട്. അപ്പോ സംസാരിക്കും ആരെങ്കിലും ഒക്കെ ആയിട്ട് 5 മിനിറ്റ് കൂടെ നമുക്ക് എന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം. സാർ നല്ല ക്ലാസ് ആയിരുന്നു. AI-നെ കുറിച്ച് കുറെ അറിവ് കിട്ടിയായിരുന്നു. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ മക്കളെ, നിങ്ങൾ ഇത്തരം അവസരം കിട്ടുന്ന സമയത്ത് ആ അവസരം വിനിയോഗിക്കണം. കാരണം വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നത്തെ ലോകത്ത്. നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് എവിടെയും കയറിപ്പറ്റാൻ സാധിക്കും. നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലിക്ക് വേണ്ടി പോകുന്ന സമയത്ത് അവർ നിങ്ങളെ പരിശോധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം കമ്മ്യൂണിക്കേഷനാണ്. അതായത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നുണ്ടോ, മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, ആളുകളുമായിട്ട് നല്ല രീതിയിലുള്ള ആശയവിനിമയം സാധിക്കുന്നുണ്ടോ എന്ന് അവർ പരിശോധിക്കും. അപ്പൊ അതിനുള്ള ഒരു ട്രെയിനിങ് കൂടിയാണ് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമുകൾ. നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ പറ്റും. എന്നെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞാണ്ടല്ലോ, ഞാൻ ഈ രംഗത്തൊരു പുതിയ ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് പെർഫെക്റ്റ് ആണോന്ന് തീർച്ചയൊന്നുമില്ല. അപ്പൊ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നിങ്ങളെ ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് ഉൾപ്പെടുത്താൻ പറ്റും. ഇനി നല്ലതാണെങ്കിൽ അത് കുറച്ചുകൂടി സമ്പുഷ്ടമാക്കാൻ പറ്റും. നിങ്ങളെ സംബന്ധിച്ച് ഇത്തരം വേദികളിൽ 2 വാക്ക് പറയാന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പൊ ഇങ്ങനെ അവസരം കിട്ടുന്ന സമയത്ത് നിങ്ങൾ അത് ഉപയോഗിക്കണം. ഓക്കെ, ആരെങ്കിലും ഉണ്ടോ, പറയുന്നുണ്ടോ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ സാർ, പറയൂ. ശശിധരൻ എന്നുള്ള പേരിൽ കുട്ടി പറഞ്ഞോളൂ. പേരൊന്ന് പറഞ്ഞിട്ടൊക്കെ ഒന്ന് സംസാരിക്കൂ കേട്ടാ.
ഏത് ക്ലാസ്സിലാണ്, അങ്ങനെ നമ്മൾ സംസാരിക്കേണ്ടത്. പേര് പറയണം, ഏത് ക്ലാസ്സിലാണ്, പരിചയപ്പെടുത്തിയിട്ടൊക്കെ സംസാരിക്കാം. ഓക്കെ, ഇല്ല നമ്മുടെ സമയം എന്ത് ചെയ്യണം സാറ്? കുട്ടികള് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഏതായാലും സന്തോഷമുണ്ട്, എല്ലാവർക്കും താല്പര്യമുണ്ട്. അവരുടെ മറ്റ് പ്രതികരണങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വെർബലി പറഞ്ഞിട്ടില്ലെങ്കിലും ഇതിൽ കൂടെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഓക്കെ, നമുക്ക് അതിന്റെ സെഷനിലേക്ക് പോകാം. എന്തായാലും സാറിന്റെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. കാരണം എ എന്ന ടോപ്പിക്കിന് ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ, നല്ലൊരു സ്റ്റാർട്ടിങ് തന്നെ വളരെ നന്നായിരുന്നു. ഒരു വീഡിയോ ക്ലിപ്പിലൂടെ ആയിരുന്നല്ലോ. അപ്പൊ അത് തന്നെ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു തുടക്കം തന്നെ. പിന്നെ അതിനുശേഷം നമുക്ക് എന്താ എയുടെ എഡ്യൂക്കേഷൻ ഫീൽഡിൽ, അതുപോലെ മെഡിക്കൽ ഫീൽഡിൽ, ഇൻഡസ്ട്രി ഫീൽഡിൽ, അഗ്രികൾച്ചർ, സയന്റിഫിക് ഫീൽഡിൽ എല്ലാം ഉള്ള കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ഒരു പരിചയപ്പെടുത്തി. ChatGPT ആണെങ്കിലും ജെമിനിയൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എല്ലാവരും 64 പേരുണ്ടായിരുന്നു. അപ്പോ എന്താ പറയാ, കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ചായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ, സെക്കൻഡില് സ്റ്റാർ ലൈഫ് സൈക്കിൾ ആയിരുന്നു, ഇന്ന് എ ആയിരുന്നു. നല്ല ടോപ്പിക്കാണ് 3 കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനിയും അടുത്ത ആഴ്ചയിൽ നിങ്ങൾ എല്ലാവരും തന്നെ ഉണ്ടാവണം. നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടെ കൂട്ടിക്കൊണ്ടു വരണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. രാവിലെ ഒന്ന് എഴുന്നേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ 1 മണിക്കൂർ നിങ്ങൾക്ക് എന്തെല്ലാം അറിയാൻ വേണ്ടി കഴിഞ്ഞു ഇല്ലേ? അപ്പൊ അതുകൊണ്ട് നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂട്ടിക്കൊണ്ട് വരണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും പഠിച്ച എല്ലാ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇത്രയും നല്ലൊരു ടോപ്പിക് പ്രസന്റ് ചെയ്ത കൃഷ്ണൻ മാഷിന് ഞങ്ങളുടെ എല്ലാവരും പേരിൽ നന്ദി അറിയിക്കുന്നു. അനിൽ സാറിന് എന്തുകൊണ്ടൊന്നും എത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. നെക്സ്റ്റ് വീക്കിൽ അനിൽ സാറൊക്കെ ഉണ്ടാവും. പിന്നെ അശോക് സാറായിരിക്കും നെക്സ്റ്റ് വീക്കിൽ മിക്കവാറും. എർത്തിനെ കുറിച്ചൊരു ക്ലാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോ അശോക് സാർ ഇല്ലെങ്കിൽ കൃഷ്ണൻ മാഷിന് വേറെ ടോപ്പിക്കായിട്ട് വരുന്നുണ്ടാവും. എന്തായാലും നമുക്ക് കുറച്ച് പേരുണ്ട് ഇതുപോലെ നമ്മളെ ലീഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന. അപ്പോൾ നല്ല ക്ലാസ്സിലായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. നമുക്കിന്ന് മംഗളഞ്ജലി ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ആരെങ്കിലും കുട്ടികളാരെങ്കിലും ഉണ്ടോ ചെല്ലാൻ വേണ്ടിയിട്ട്? ഹലോ, ഞാൻ ജസ്റ്റ് ജോയിൻ ചെയ്യാണ്. ഞാനിപ്പോ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, കാറിലാണ്. അതുകൊണ്ട് ശരിക്കുള്ള റിസപ്ഷൻ ഉണ്ടാവില്ല. നെക്സ്റ്റ് വീക്ക് കഴിയുന്നത് ഞാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും. കുട്ടികളോടായിട്ടാണ് നമ്മൾ അശോക് സാറാണ് എത്തിയിരിക്കുന്നത്. സാർ ഇപ്പൊ അമേരിക്കയിലാണ്, ഷിക്കാഗോയിലാണ്. അപ്പൊ സാറ് പറഞ്ഞിരുന്നു ഇന്ന് ക്ലാസ്സിൽ കുട്ടികൾക്ക് അവിടുത്തെ വ്യൂ ഒക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ സാർ ഇന്നൊരു അത്യാവശ്യം കൊണ്ട് ഇന്നത്തെ ക്ലാസ് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് കാണിക്കാൻ പറ്റുന്നില്ലല്ലോ, സാർ കാറിലല്ലേ? അപ്പോ ഇന്ന് പറ്റില്ല. നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം. സാർ ഞാൻ എഐന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തു. ChatGPT ജെമിനി ഒന്ന് പരിചയപ്പെടുത്തി. വെരി ഗുഡ്, വെരി ഗുഡ്. 64 സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു സാർ ഇന്നിപ്പോ പാർട്ടിസിപ്പൻസ്. അപ്പോ സന്തോഷം നിങ്ങൾ ജോയിൻ ചെയ്തേ. സാറേ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ചോദിച്ചോളൂ. ഞാനിപ്പം ബയോമാക്സ് എടുത്തേക്കുന്നത്. ഇനി കമ്പ്യൂട്ടർ സയൻസിലോട്ട് മാറണോ, അല്ലെ എ ഫീൽഡിലോട്ട് പോണെങ്കിൽ? അങ്ങനെ ഒരു താല്പര്യം ഉണ്ടോ മോനെ? ഉണ്ട്. അപ്പം സാർ ഇപ്പൊ പറഞ്ഞ പോലെ എ ഫീൽഡിലോട്ട് പോണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വേണ്ടേ? അപ്പം ബയോമാക്സിന് പകരം കമ്പ്യൂട്ടർ സയൻസ്. അത് സർട്ടിഫിക്കേഷൻ കോഴ്സിനൊക്കെ ആണെങ്കിൽ അത് വേണം. പക്ഷെ മോനെ, ഇതിന് താല്പര്യം മാത്രമാണ്. ഇന്ന് സർട്ടിഫിക്കറ്റ് ഒന്നും ലോകത്ത് വലിയ വിലയില്ല. പിന്നെ പലരും ജോലി വാങ്ങുന്നത് സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടൊന്നുമില്ല. നീ പെർഫെക്റ്റ് ആണോ, നീ സ്വന്തമായിട്ട് പാരലായിട്ട് നിനക്ക് പഠിക്കാം, സ്വന്തം പഠിക്കാം. ഇതിന് സർട്ടിഫിക്കറ്റ് തരുന്ന, ഇനി സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ സർട്ടിഫിക്കറ്റ് തരുന്ന ഓൺലൈൻ കോഴ്സുകൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. വലിയ സർവകലാശാലകളൊക്കെ നടത്തുന്നുണ്ട് നമ്മൾ കേരളത്തിൽ, ഇന്ത്യക്കുള്ളിലും ഇന്ത്യക്ക് പുറത്തൊക്കെയുള്ള ആ കോഴ്സൊക്കെ നമുക്ക് ഓൺലൈനായിട്ടും ചെയ്യാം. നമ്മുടെ താല്പര്യമാണ്. എന്നിട്ട് നമ്മളതിൽ എക്സ്പെർട്ട് ആയി കഴിഞ്ഞാൽ നമ്മളൊരു ഒരു 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 സ്വമേധയാ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നെ ഡെവലപ്പ് ചെയ്യാം. ഇനി അതല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും കമ്പനിയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ പോയിട്ട് നമ്മൾ അപേക്ഷ കൊടുക്കുന്നു, അവർ ഇന്റർവ്യൂവിന് വിളിക്കുന്നു, അവരൊരു പ്രോജക്റ്റ് തരുന്നു, നമ്മൾ ചെയ്തു കൊടുക്കുന്നു. പെർഫെക്റ്റ് ആണെങ്കിൽ അവർ അപ്പോയിന്റ് ചെയ്യുന്നു. അങ്ങനെയാണ്. അതിൽ നിനക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അവർ പരിശോധിക്കുന്നില്ല. പലപ്പോഴും നമ്മളെ നാട്ടിൽ കാര്യമല്ല പറയുന്നത്, പല ഉന്നതമായ കമ്പനികളും വിദേശത്തൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോ ഈ എഐന്റെ സാധ്യത ഉള്ളത് കൊണ്ട് മാത്രം അതിലേക്ക് മാറിയിട്ട് കാര്യമില്ല. നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് അറിയാം? നമുക്കൊരു നിഷ് വേണം. അത് മനസ്സിലാക്കണം. എന്താണ് നമ്മുടെ ഒരു എന്താ പറയാ, അഭിനിവേശം എന്തിനോടാണ്, പാഷൻ എന്തിനോടാണെന്ന് മനസ്സിലാക്കണം. അതിലേക്കേ പോകാൻ പാടുള്ളൂ. അപ്പൊ എന്റെ പിന്നെ വീട്ടിന്റെ അടുത്തുള്ള ഒരു കുട്ടിയുണ്ട്, ഫുൾ A+ ആണ് SLCക്ക്. അപ്പൊ കുട്ടിയോട് ഞാൻ ചോദിച്ചു എന്താ ഇനി അടുത്ത പരിപാടി എന്ന് ചോദിച്ച സമയത്ത് കുട്ടി പറഞ്ഞു ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിച്ചു പോലോ, നമ്മൾ ചോദിച്ചു എന്താ അങ്ങനെ സയൻസ് എടുക്കാത്ത എന്താണ്? സയൻസിനോട് എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഹ്യൂമാനിറ്റീസിനോട് താല്പര്യം. ഞാൻ അഭിനന്ദിച്ചു ആ കുട്ടിയെ. കാരണം ആ കുട്ടിക്ക് അതാണ് താല്പര്യമെങ്കിൽ അതിലേക്ക് തന്നെയാണ് പോകേണ്ടത്.
അപ്പൊ സാധ്യതകളൊക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ അതിലേക്ക് പോയാലോ എന്നല്ല ചിന്തിക്കേണ്ടത്. എന്റെ ടേസ്റ്റ് അതാണ്, എന്റെ അഭിനിവേശം അതാണ്, എന്റെ പാഷൻ അതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ തന്നെയാണ് പോകേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് മറ്റു കാര്യങ്ങളൊന്നും ഒരു വിഷയമല്ല. ഇനി കമ്പ്യൂട്ടർ സയൻസിനോടാണ് അടങ്ങാത്ത അഭിനിവേശമെങ്കിൽ എല്ലാം ഇട്ടെറിഞ്ഞ് അതിലേക്ക് തന്നെയാണ് പോകേണ്ടത്. നമുക്ക് അതിലാ ശോഭിക്കാൻ പറ്റുക. നമ്മളെ നിശ അതാണെന്ന് മനസ്സിലാക്കണം, നമ്മളെ പാഷൻ അതാണെന്ന് മനസ്സിലാക്കണം. അല്ലാതെ മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ടോ എന്റെ സുഹൃത്ത് പോകുന്നതുകൊണ്ടോ അല്ല നമ്മൾ അതിലേക്ക് പോകേണ്ടത്. ഏതാണ് എന്റെ ഫീൽഡ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ 100% നമ്മൾ അതിൽ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഓക്കെ, ഡൗട്ട് ഒരുവിധം ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. സാറേ താങ്ക് യു. ഓക്കെ, ഇനി ആരെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചോളൂ, എന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അതുപോലെ ക്ലോസിംഗ് പ്രയർ ചെല്ലാൻ, മംഗളം ചെല്ലാൻ ആരും റെഡിയാണ്, കുട്ടികൾ തന്നെ ചെയ്യുന്നതാണ് നമുക്ക് താല്പര്യം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ലെങ്കിൽ കുട്ടികൾക്ക് മുന്നോട്ട് വരാം. ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട്? ഇല്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഷിക്കാഗോ സാറ് കാണിച്ചു തരുന്നുണ്ടാവും. സാർ അവിടുത്തെ കുറച്ച് വ്യൂ കാണിച്ചു തരാന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് വീക്കിൽ സാർ ഉണ്ടാവും. അപ്പൊ ഇന്ന് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആരെങ്കിലും ഒന്ന് മംഗളം ചൊല്ലിക്കോളൂ. ആരുമില്ല, ഞാൻ തന്നെ മംഗളം ചൊല്ലി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സാറിന് ഒന്നുമില്ലല്ലോ സാർ? ഇല്ല, ഒന്നുമില്ല, കണ്ടുപിടി ഞങ്ങൾ. അനിൽ സാറിന് എന്താണെന്ന് അറിയില്ല, സാർ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിരുന്നാണ്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. നല്ലൊരു ശുഭദിനം നേരുന്നു. ഓക്കെ, എല്ലാവർക്കും സുഖം. താങ്ക് യു സാർ. Thank you, sir. നമസ്തേ സാർ. നമസ്തേ. Thank you, sir. നമസ്തേ. താങ്ക് യു സാർ. താങ്ക് യു സർ. നമസ്തേ സാർ. വെൽക്കം.